ദൈവത്തിന്റെ സ്തോത്രം. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന്റെ വചനവുമായി നമുക്ക് വീണ്ടും ആയിരിക്കാൻ ദൈവം നമ്മളെ ബലപ്പെടുത്തിയ ദൈവത്തിന്റെ വലിയ കൃപകൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. 2 കൊരിന്ത്യർ ലേഖനം 8-ാം അധ്യായത്തിൽ നിന്നാണല്ലോ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 8-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. 2 ആഴ്ച ആയതുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞു വിടാം. യെരുശലേമിലെ വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള ധർമ്മശേഖരത്തിന്റെ കാര്യത്തെക്കുറിച്ചായിരുന്നു പൗലോസ് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് എന്തിനു വേണ്ടിയാണ് അവരോട് ഇപ്പൊ എഴുതുന്നത് നമുക്കറിയാം. 1 കൊരിന്ത്യർ 16-ാം അധ്യായത്തിലും ഇത് തന്നെ പറഞ്ഞിരുന്നു. എന്തുകൊണ്ടാണ് അവരോട് പറഞ്ഞത് എന്ന് പറഞ്ഞ് കൊരിന്ത്യർ യെരുശലേമിലെ വിശുദ്ധന്മാരുടെ ധർമ്മകാര്യത്തിൽ ഹെൽപ്പ് ചെയ്യണം എന്നതായിരുന്നു. ആ കൊരിന്ത്യർ നമുക്ക് അടുത്ത അധ്യായത്തിൽ കാണാൻ ഒരു വർഷം മുമ്പ് തന്നെ പൗലോസ് അവരോട് പറഞ്ഞതായിരുന്നെങ്കിലും അവർ അതിനുള്ള മനസ്സൊരുക്കമൊക്കെ കാണിച്ചെങ്കിലും പക്ഷെ ഇടയ്ക്കൊന്ന് അവർക്കൊരു ചെറിയ തണുപ്പ് അനുഭവപ്പെട്ടു, ഒരു സാവധാനത അനുഭവപ്പെട്ടു. അവരെ ഒന്നുകൂടെ എൻകറേജ് ചെയ്ത് അവരോട് അപേക്ഷിക്കുകയാണ് ചെയ്തത്. നമുക്കിവിടെ പറയുന്നത് കേൾക്കാം, നമുക്ക് താഴോട്ട് വായിക്കുമ്പോൾ കാണാം. ഇത് കൽപ്പനയായിട്ടല്ല ഞാൻ പറയുന്നത്, നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. അതിന് കൊടുത്തതിന് ഉദാഹരണമായിട്ട് രണ്ട് പേരെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് മക്കതോന്യ സഭകളെ കുറിച്ച് പറയുന്നു. മക്കതോന്യ സഭ എന്ന് പറഞ്ഞാൽ ഫിലിപ്പിയ, തെസ്സലോനിക്ക, ബെരോവ തുടങ്ങിയ സഭകള്, മക്കതോന്യ സഭകളെ കുറിച്ച് പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഒരു നല്ല മാതൃകയായിട്ട് നമുക്ക് അവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 2 ഉദാഹരണങ്ങളാണ് തങ്ങൾ കൊടുക്കണം എന്നുള്ളതിന് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് പറയുന്ന 2 ഉദാഹരണങ്ങൾ. ഒന്ന് മക്കതോന്യ സഭകളും, 2 കർത്താവായ യേശുക്രിസ്തു. മക്കതോന്യ സഭകളുടെ ആ കാര്യങ്ങളെ കുറിച്ചാണ് ആദ്യത്തെ 5 വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. 9-ാമത്തെ വാക്യത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉദാഹരണം പൗലോസ് എടുത്ത് കാണിക്കുകയാണ് ചെയ്തത്. ഇവിടെ ആദ്യത്തെ 5 വാക്യങ്ങൾ പറയുന്നത് മക്കതോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപയെ കുറിച്ചാണ് പറയുന്നത്. ആ ദൈവകൃപ എന്തായിരുന്നു? അവർക്ക് അവസരം കിട്ടി. വിശുദ്ധന്മാരുടെ ധർമ്മശേഖരത്തിൽ സഹായിപ്പാനുള്ള ഒരു അവസരം അവൾക്ക് കിട്ടി. അതുപോലെ തന്നെ അവർക്ക് ആ കിട്ടിയ ഓപ്പർച്യൂണിറ്റി അവര് ശരിയായി ഉപയോഗിക്കുകയും ചെയ്തു. കാരണം അവർക്ക് അവസരം ലഭിക്കുകയും ചെയ്തു. അവരോട് സഹായം ചെയ്യുവാനുള്ള വില്ലിങ്നെസ് അവർ കാണിക്കുകയും ചെയ്തു. അതാണ് അവർക്ക് ലഭിച്ച ദൈവകൃപ എന്ന് പറയുന്നത്. അപ്പൊ മക്കതോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ എന്ന് പറയുന്നത് അവർക്ക് മറ്റുള്ളവരെ സഹായിക്കാനുള്ള അവസരം ലഭിച്ചു, അവരത് സഹായിക്കുകയും ചെയ്തു. പലപ്പോഴും അവസരം ലഭിച്ചാലും സഹായിക്കാനില്ലാത്ത അവസ്ഥ. പലരും ചിലപ്പോൾ സഹായിക്കാൻ മനസ്സ് കാണും, ചിലപ്പോൾ അവസരം ലഭിക്കാറില്ല. അങ്ങനെ എല്ലാ രീതിയിലുമുണ്ട്. ഇവർക്കാണെങ്കിൽ അവസരം ലഭിക്കുകയും അവര് ആ അവസരം തക്കത്തിൽ ഉപയോഗിക്കുകയും ചെയ്തായിട്ട് കാണുവാനായിട്ട് കഴിയും. അപ്പൊ അവരുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് നമ്മൾ പഠിച്ചു. കഷ്ടത എന്ന കഠിന ശോധനയും മഹാദാരിദ്ര്യവുമായിരുന്നു അവരുടെ അവസ്ഥ എന്ന് പറയുന്നത്. കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും ആ മക്കതോന്യ സഭകളെ സഹായിക്കാനുള്ള ഒരു സന്നദ്ധത അവർ കാണിക്കുകയും ചെയ്തു. അപ്പൊ അവിടെ പറയുന്ന സന്തോഷ സമൃദ്ധി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്, അല്ലെ? കഷ്ടത എന്ന ആ ഒരു കഠിന ശോധനയിലും ആ മഹാദാരിദ്ര്യത്തിലും അവർക്കുണ്ടായിരുന്ന സ്വത്ത് കൈമുതൽ എന്തായിരുന്നു? ദൈവകൃപയാൽ അവർക്കുണ്ടായ മഹാ സന്തോഷം. അത് പറയുന്ന സന്തോഷ സമൃദ്ധി അവർക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതുമൂലം അവർക്ക് ലഭിച്ച ദൈവകൃപയാലും ആ സന്തോഷ സമൃദ്ധി മൂലവും വിശുദ്ധന്മാരെ സഹായിക്കാനുള്ള താല്പര്യം കാണിച്ചു, അല്ലെങ്കിൽ അവർക്ക് കൂട്ടായ്മ കാണിച്ചു എന്ന് പറയുന്ന അവരുടെ 2 പ്രത്യേകത പറയുന്നത് അവർ പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതെയും സ്വമേധയാ കൊടുത്തു എന്നാണ് നമ്മള് 4-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. അപ്പം പ്രാപ്തി അവർക്ക് കുറച്ചേ ഉള്ളായിരുന്നെങ്കിലും അവർ കൊടുത്തു. പ്രാപ്തിക്ക് മീതെ, അവർക്ക് കഴിയുന്നതിന് മീതെ അവർ കൊടുത്തു. പിന്നെ പറയുന്നത് അവര് സ്വമേധയാ കൊടുത്തു. അവരുടെ ആ സഹായം എന്ന് പറഞ്ഞ വോളണ്ടറിലി ആയിരുന്നു. ആ പ്രാപ്തിക്ക് മീതെ എന്ന് പറഞ്ഞാൽ അവർക്ക് അധികം ഒരു ദൈനംദിന ആവശ്യങ്ങൾക്ക് പോലും കഷ്ടതയിലൂടെ, ആ ദാരിദ്ര്യത്തിന്റെ അവസ്ഥയിലൂടെ കടന്നു പോയിട്ടും അവര് ഔദാര്യം കാണിക്കാൻ ഇടയായി തന്നെ അവരുടെ മഹാമനസ്കതയെ കുറിച്ചാണ് പറഞ്ഞത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, അതൊരു സാക്രിഫിഷ്യൽ ഗിവിങ് ആയിരുന്നു എന്ന് പറഞ്ഞത്. സാക്രിഫിഷ്യൽ ഗിവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം സമൃദ്ധിയിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. പക്ഷെ ആ ഇല്ലായ്മയിൽ നിന്ന് കൊടുക്കുമ്പോഴാണ് നാം എന്തെങ്കിലും ദൈവരാജ്യത്തിനു വേണ്ടി നാം ത്യാഗം ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ആ ഒരു സാക്രിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഗിവിങ് ആയിരുന്നു അവരുടേത്. അതുപോലെ തന്നെയാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ആ സ്നേഹം, ആ സാക്രിഫിഷ്യൽ ലവ് ആയിരുന്നു.
അതുകൊണ്ടാണ് ഈ 2 ദൃഷ്ടാന്തങ്ങളും പൗലോസ് അപ്പോസ്തലൻ എടുത്ത് കാണിക്കുന്നത്. പല സഭകളും ഈ കാര്യത്തിൽ സഹായിച്ചു കാണാം. റോമാലേഖനം 16 റോമാലേഖനത്തിലും അത് പറയുന്നുണ്ടല്ലേ. റോമാലേഖനം പറയുന്നുണ്ട്, കൊരിന്ത്യർ ലേഖനം പറയുന്നുണ്ട്, കൊരിന്ത്യർ ലേഖനം 2 ലേഖനങ്ങളിലും പറയുന്നുണ്ട്. പക്ഷെ പലരും സഹായിച്ചു കാണും. പക്ഷേ മക്കതോന്യ സഭകളെ മാത്രം എടുത്തു പറയുവാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അവരെ അവരുടെ അവസ്ഥ കഷ്ടതയെന്ന ദാരിദ്ര്യവും കഠിന ശോധനയും മഹാദാരിദ്ര്യമായിട്ടും അവർ പോലെയും പ്രാപ്തിക്കും മീതെയും കൊടുത്തു. ഒരു സാക്രിഫിഷ്യൽ ഗിവിങ് ആയിരുന്നു അവരുടെ. അതുകൊണ്ടാണ് എടുത്തു പറയാനുള്ള കാരണം. എല്ലാവരും കൊടുക്കുന്നവരാണെങ്കിലും അതുപോലെ നമ്മൾക്കറിയാം ഒരു ഉദാഹരണം കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ ഒരു ഉദാഹരണമുണ്ട്. ആ പരീശന്മാരൊക്കെ ഭണ്ഡാരത്തിൽ തങ്ങൾ പൈസയൊക്കെ ഇടുമ്പോഴേ കർത്താവ് നോക്കുമ്പോൾ ദരിദ്രയായ ഒരു വിധവ ഉണ്ടായിരുന്നു. അവളും കൊണ്ടുപോയിട്ട് അവൾ കൂടുതലൊന്നും ഇട്ടില്ല, അവള് 2 കാശ് ഇട്ടു. അവൾക്കുണ്ടായിരുന്നത് മുഴുവൻ ദൈവത്തിന് കൊടുക്കാനായിട്ട് ഇടയായി തീർന്നു. അതാണ് ഒരു സാക്രിഫിഷ്യൽ ഗിവിങ് അല്ലെങ്കിൽ സാക്രിഫിഷ്യൽ ലവ് എന്ന് പറയുന്നത്. അങ്ങനെ ഒന്ന് കൊടുക്കാനായിട്ടാണ് കൊരിന്ത്യ സഭയോട് പറയുന്നത്. കൊരിന്ത്യ സഭ വിഷമങ്ങളിലൂടെ കടന്നു പോകുന്ന സഭയൊന്നുമല്ല. നല്ല നല്ല സ്റ്റാൻഡേർഡ് ഉള്ള സഭയാണ്. എല്ലാ കാര്യത്തിലും സാമ്പത്തികമായ രീതിയിലും എല്ലാം ഉള്ള സഭയാണ്. എങ്കിലും അവര് ഇടയ്ക്കൊന്ന് തണുത്ത ഒരു മരവിച്ച അവസ്ഥയിലായി പോയത് കൊണ്ട് പൗലോസ് അപ്പോസ്തലൻ ആ 2 ഉദാഹരണങ്ങളും സാക്രിഫിഷ്യൽ ആയിട്ടുള്ള 2 ഉദാഹരണങ്ങളും എടുത്ത് കാണിച്ചിട്ട് പറയുവാണ്, നിങ്ങളും അതുപോലെ ചെയ്യണം എന്ന് പറയുന്നു. 4-ാമത്തെ വാക്യം വരെയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിലെ പഠിച്ചത്. ഇനി 5-ാമത്തെ വാക്യത്തിലേക്ക് പോകാം. 5-ാമത്തെ വാക്യം. അതും ഞങ്ങൾ വിചാരിച്ചതുപോലെയല്ല, അവർ മുമ്പേ തങ്ങളെ തന്നെ കർത്താവിനും പിന്നെ ദൈവേഷ്ടത്തിനൊത്തവണ്ണം ഞങ്ങൾക്കും ഏൽപ്പിച്ചു. അപ്പൊ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. അപ്പൊ അവരുടെ അവസ്ഥ പൗലോസ് അപ്പോസ്തലന് അറിയാം. ആ മക്കതോന്യ സഭകളുടെ അവസ്ഥ എന്താണെന്ന് അറിയാം. അപ്പൊ അവരുടെ അവസ്ഥയിൽ നിന്ന് എത്ര കൊടുക്കുമെന്നും, കാരണം എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ എത്ര നമ്മുടെ അവസ്ഥ അനുസരിച്ചായിരിക്കും നമ്മൾ എല്ലാവർക്കും കൊടുക്കുന്നത്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലനും അവരെത്ര കൊടുക്കുമെന്നുള്ള അവര് സന്നദ്ധ കാണിച്ചതെങ്കിലും അവരെത്ര കൊടുക്കുമെന്നൊരു വിചാരം ഉണ്ടായിരുന്നു. അവരുടെ കഴിവിനനുസരിച്ച് കൊടുക്കുമെന്നുള്ള ചിന്തയായിരുന്നായിരിക്കാം പൗലോസിന്റെ. പക്ഷേ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, മറ്റു സഭകളെല്ലാം പോലെ ആയിരിക്കും ചിന്തിച്ച ഇടത്തെ അവർക്ക് പ്രാപ്തി പോലെയും പ്രാപ്തിക്കും മീതെയും കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അപ്പം അവര് അതിന് കാരണം തന്നെ പറയും. നമുക്കറിയാം പല കാര്യങ്ങളിലും പ്രത്യേകിച്ച് സഭകളിലൊക്കെ ധർമ്മശേഖരത്തിൽ അല്ലെ എന്തെങ്കിലും സഹായത്തിന്റെ കാര്യം പറയുമ്പോൾ എത്ര പ്രാവശ്യം നിർബന്ധിച്ചതിന് ശേഷം ഓരോരുത്തർ കൊടുക്കുന്നത് അല്ലേ. അപ്പൊ അതുപോലെ തന്നെ ചില സമയത്ത് കൺവെൻഷനുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും, സ്തോത്രകാഴ്ച എടുക്കുന്ന സമയത്ത് മോട്ടിവേഷണൽ ആൾക്കാരെ ജനങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത് പൈസ വാങ്ങിക്കാൻ വേണ്ടി സ്തോത്രകാഴ്ച സംഭാവന ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഇവിടെ അതൊന്നുമല്ല ചെയ്ത. പൗലോസ് അപ്പോസ്തലൻ ജസ്റ്റ് അപേക്ഷിക്കുക മാത്രമല്ല, പറയുക മാത്രമേ ചെയ്തുള്ളൂ. ഇവരെ പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതെയും സ്വമേധയാ കൊടുത്തു. അതിനുള്ള കാരണമാണ് പറയുന്നത്, അവർ തങ്ങളെ തന്നെ കർത്താവിന് കൊടുത്തത് കൊണ്ടാണ്. അപ്പൊ തങ്ങളെ തന്നെ കർത്താവിന് കൊടുക്കുന്നവർ ആ സഭയുടെ ആത്മീയ കാര്യങ്ങളിലും സഹായിക്കും. അതാണ് അവര് ഏറ്റവും വലിയ ദാനമാണ് ചെയ്തത്. കാരണം സഹായിക്കുന്നതിന് ദൈവത്തിന് നമ്മളെ തന്നെ കൊടുക്കാൻ നമ്മൾ എത്ര സഹായം ചെയ്താലും വലിയ പ്രയോജനമൊന്നുമില്ല. ദൈവം തന്നെ പറയുന്നുണ്ട്, പൗലോസ് അപ്പോസ്തലനിൽ കൂടെ പരിശുദ്ധാത്മാവ് പറയുന്ന എഫേസ്യർ ലേഖനം 2-ാം അധ്യായത്തിൽ സൽപ്രവൃത്തികൾക്കായിട്ട് നാം ദൈവത്തിന്റെ കൈപ്പിടിയെ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നമ്മളത് ചെയ്തു പോരേണ്ടതിന് ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം അത് മുന്നൊരുക്കിയിരിക്കുന്നതാണ് നമുക്ക് വേണ്ടി. പക്ഷെ നാം രക്ഷിക്കപ്പെടാതിരുന്നിട്ടും നമ്മൾ ദൈവത്തിന് നമ്മെ തന്നെ സമർപ്പിക്കാതെ നമ്മൾ എത്ര കൊടുത്താലും ദൈവസന്നിധിയിൽ കണക്കാക്കുന്നില്ല. അതൊരു ചാരിറ്റി ആയിട്ട് മാത്രമേ കണക്കാക്കുന്നുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇവിടെ മക്കതോന്യ സഭകൾ എന്താ ചെയ്തത്? അവർ തങ്ങളെ തന്നെ ദൈവത്തിന് കൊടുത്തു. തങ്ങളെ തന്നെ കൊടുക്കുന്നവരുടെ ഔദാര്യമാണ് ദൈവവും ആഗ്രഹിക്കുന്നത്. അപ്പൊ അവര് തന്നെ കൊടുത്ത് കർത്താവിന് നൽകി. അപ്പൊ അവര് മെറ്റീരിയൽ ഗിവിങ്ങിനേക്കാൾ ഉപരിയായി തങ്ങളെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചവരായിരുന്നു. പൗലോസ് അപ്പോസ്തലൻ ഗലാത്യ ലേഖനം 2:20 ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. അതേ മനോഭാവം ആയിരുന്നു മക്കതോന്യ സഭകളുടെയും മനോഭാവം. അപ്പം തങ്ങളെ തന്നെ ക്രിസ്തുവിന് നൽകിയതിനാലാണ് കഷ്ടതയെന്ന കഠിന ശോധനയിലായിരുന്നിട്ടും
ആ മഹാദാരിദ്ര്യത്തിലൂടെ അവർ കടന്നു പോയിട്ടും ധാരാളം ഔദാര്യം കാണിപ്പാൻ ഇടയായി തീർന്നത്. മാതൃക കർത്താവ് തന്നെയാണല്ലേ. 8:9 ഇങ്ങനെ പറയുന്നത് നമ്മൾ വായിച്ചാലേ, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും തന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിനെ നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ ഓർക്കുന്നുവല്ലോ എന്ന ഒരു സാക്രിഫിഷ്യൽ ഗിവിംഗ് ആയിരുന്നു കർത്താവായ യേശു ക്രിസ്തു അല്ലെ ദൈവത്തിന്റെയും ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെയായിരുന്നു മക്കതോന്യ സഭകളും ചെയ്തത്. അപ്പൊ അവിടെ രണ്ട് കാര്യങ്ങളായിരുന്നു അവർക്ക് ലഭിച്ച ആ ദൈവകൃപയും അതുപോലെ തന്നെ അവരുടെ അനുസരണം അല്ലെങ്കിൽ സമർപ്പണവും ആണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ക്രിസ്ത്യൻ ഗിവിങ്ങിന്റെ അല്ലെങ്കിൽ ആ ദൈവരാജ്യ മഹത്വത്തിന് വേണ്ടി നാം കൊടുക്കുന്ന കാര്യങ്ങളുടെ ചില തത്വങ്ങളും ചില വാഗ്ദത്തങ്ങളും നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ പലതും നമുക്കറിയാം ഈ കാലത്തിലെ എന്താ പറയുന്നത് പ്രീച്ചേഴ്സ് ഒക്കെ പറയുന്നത് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുമെന്നാ പറയുന്നത്. പക്ഷെ നമ്മള് ദൈവവചനം അറിയുന്നവര് നമ്മൾ കൊടുത്തത് കൊണ്ട് നമ്മൾ എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് നാം കൊടുക്കാനിരിക്കരുത്. നാം കൊടുത്താൽ ദൈവം അതിന് പ്രതിഫലം തരും. ദൈവം വാഗ്ദത്തം ചെയ്താൽ നിറവേറ്റാൻ മതിയായ ദൈവമാണ്, ശക്തനായ ദൈവമാണ്. ദൈവത്തിന്റെ പക്കൽ ഒന്നിനും കുറവില്ല. ചിലവര് പറയും നമ്മൾ കൊടുത്താൽ മാത്രമേ ദൈവം തരിക. അങ്ങനെയൊന്നുമില്ല. പക്ഷെ നമ്മൾ കൊടുക്കണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. നമ്മൾ ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നാം ആർക്കും കൊടുക്കരുത്. ദൈവത്തിൽ നിന്ന് കിട്ടുമെന്നും പ്രതീക്ഷിച്ച് കൊടുക്കരുത്. പക്ഷെ കൊടുക്കുകയാണെങ്കിൽ ദൈവം പ്രതിഫലം തരിക തന്നെ ചെയ്യും. ക്രിസ്ത്യൻ ഗിവിങ്ങിന്റെ ചില പ്രിൻസിപ്പിൾസും പ്രോമിസസ് അല്ലെങ്കിൽ തത്വങ്ങളും വാഗ്ദത്തങ്ങളും ഞാനൊന്ന് പറയാം. കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേതായിട്ട് വി ബിലോങ് ടു ഗോഡ്. നാം ദൈവത്തിനുള്ളവരാണ്. ആർക്കെങ്കിലും സംശയമുണ്ടോ? അല്ലെന്ന്. നാം ദൈവത്തിനുള്ളതാണ്. അപ്പൊ നാം ദൈവത്തിനുള്ളവരാകുമ്പോൾ നമുക്കുള്ളതൊക്കെയും ദൈവത്തിൽ നിന്നും ആണ് അല്ലെ. അതുകൊണ്ടല്ലേ റോമാലേഖനം 11-ാം അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞ സകലവും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കുമാകുന്നു, അവൻ എന്നേക്കും മഹത്വമാമൻ. സകലതും നാം ദൈവത്തിനുള്ളവരാണ്. സകലവും ദൈവം നമുക്ക് നൽകിയതാണ്. നമ്മുടെ സ്വന്തമായി ഒന്നുമില്ല. മക്കതോന്യ സഭകൾ തന്നെ അവർ തങ്ങളെ തന്നെ ദൈവത്തിന് കൊടുത്തത് കൊണ്ട് ആ മഹാകഷ്ടതയിലായിരുന്നിട്ടും അവർക്ക് വലിയൊരു ഒരു സഹായം കാണിക്കാനുള്ള ഒരു മഹാമനസ്കത ഉണ്ടായിരുന്നു. അപ്പൊ ആ സകലവും ദൈവം നമുക്ക് നൽകിയതാണ്. അത് ദൈവം നമ്മുടെ ഒന്നും സ്വത്തും കാര്യങ്ങളും ഒന്നും അല്ല, ദൈവം നമുക്ക് നൽകിയത് തന്നെയാണ്. രണ്ടാമതായിട്ട് ലോകത്തിലെ വസ്തുവകകളിൽ അധികമായി ദൈവത്തെ സ്നേഹിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ ബേസിക് പ്രിൻസിപ്പിൾ. ഇവിടെ പറയാം, ലോകത്തിലെ വസ്തുക്കളിൽ അധികമായി ദൈവത്തെ സ്നേഹിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. കർത്താവ് പറഞ്ഞ മുന്നമേ അവന്റെ രാജ്യവും നീതി അന്വേഷിക്കാം. മുന്നമേ അതല്ലേ ഉൽപ്പത്തി പറയുന്നത്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയെ സൃഷ്ടിച്ചു. അന്ന് പറഞ്ഞാൽ ആ ഭൂമിയിൽ ആദ്യം സൃഷ്ടിച്ചതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളിലും ആദി ദൈവം ആയിരിക്കണം. ആദിയിൽ ദൈവമായിരിക്കണം. നമ്മുടെ ജീവിതത്തിന്റെ ഏത് കാര്യങ്ങളിലും ഫസ്റ്റ് പ്രിഫറൻസ് ആരായിരിക്കണം? ദൈവം ആയിരിക്കണം. അപ്പം വസ്തുക്കൾ നമ്മൾക്കുള്ളതിനേക്കാൾ അധികമായി, നമുക്കുള്ള സകലത്തിനേക്കാളും അധികമായി, ഏത് ബന്ധങ്ങളെക്കാളും ഏത് വസ്തുക്കളെക്കാളും എല്ലാത്തിലും അധികമായി ദൈവത്തെ സ്നേഹിക്കണം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ നിങ്ങൾക്ക് 2 യജമാനന്മാരെ ഒരിക്കലും സേവിക്കാനായിട്ട് കഴിയുകയില്ല. മത്തായി 6:24. 2 യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയില്ല. നമുക്കറിയാവുന്നതല്ലേ. അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ചു മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല. അപ്പം ദൈവത്തെ സ്നേഹിച്ചാൽ മാത്രമേ മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് കഴിയത്തുള്ളൂ. ദൈവത്തെക്കാൾ ഉപരിയായി മറ്റെന്തിനെയും നാം സ്നേഹിക്കുകയാണെങ്കിൽ ആ ദൈവത്തെ നാം സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് കളവാണ്. അതല്ലേ 1 യോഹന്നാനിൽ ഇങ്ങനെ പറയല്ലേ, ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുകയും സഹോദരനെ സ്നേഹിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കളവാ ചെയ്യുന്നത് അല്ലേ. അപ്പം ദൈവത്തെ സ്നേഹിക്കണം, അതായിരിക്കണം നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി. ഓക്കെ. ഇനി നാം കൊടുക്കുമ്പോൾ നാം ചെയ്യുന്ന 4 കാര്യങ്ങളുണ്ട്. 4 അല്ല, അതിൽ കൂടുതൽ കാണും. ഞാൻ എഴുതി വെച്ച 4 കാര്യങ്ങളുണ്ട്. 1,
നാം ദൈവത്തെ ആശ്രയിപ്പാനും ദൈവത്തെ ബഹുമാനിക്കാനും പഠിക്കും എന്നൂടെ പറയാം. നാം ദൈവത്തെ ആശ്രയിക്കാനും നാം ദൈവത്തെ ബഹുമാനിക്കാനും പഠിക്കും. കാരണം കൊടുക്കുക എന്ന് പറയുന്നത് ദൈവത്തിന്റെ കൽപ്പനയാണ്. അത് ഞാൻ കൽപ്പന നിവർത്തിക്കുമ്പോൾ ദൈവത്തോടുള്ള ആശ്രയവും ദൈവത്തോടുള്ള ബഹുമാനവുമാണ്, അല്ലെ? നമ്മുടെ മക്കൾ നമ്മൾ പറയുന്നത് ചെയ്യുമ്പോൾ നമ്മളെ ബഹുമാനിക്കുക നമ്മളോടുള്ള ഒരു ആദരവുമാണ്, അല്ലെ? അവര് ആ കൽപ്പന അനുസരിക്കുക, അവർ ചെയ്യുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നാം ദൈവത്തെ ആശ്രയിക്കാനും ദൈവത്തെ ബഹുമാനിക്കാനും പഠിക്കുക. അത് കൽപ്പനയാണ്. ആവർത്തന പുസ്തകം 14:22-23 വാക്യങ്ങൾ ഞാൻ വായിച്ചു വിടാം. ആവർത്തന പുസ്തകം 14:22-23. ആണ്ടുതോറും നിലത്ത് വിതച്ചുണ്ടാകുന്ന എല്ലാ വിളവിലും ദശാംശം എടുത്തു വയ്ക്കണം. നിന്റെ ദൈവമായ യഹോവയെ എപ്പോഴും ഭയപ്പെടുവാൻ പഠിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവ തന്റെ നാമം സ്ഥാപിപ്പാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വെച്ച് നീ നിന്റെ ധാന്യത്തിന്റെയും വീഞ്ഞിന്റെയും എണ്ണയുടെയും ദശാംശവും നിന്റെ ആടുമാടുകളുടെയും കടിഞ്ഞൂലുകളുടെയും അവന്റെ സന്നിധിയിൽ വെച്ച് തന്നെയാണ്. അപ്പം ദൈവത്തിന്റെ കൽപ്പനയാണ് നാം ദൈവത്തെ എന്നുള്ള ഒരു അടയാളമാണ് നാം ദൈവം പറയുന്നത് പോലെ ചെയ്യുക എന്നുള്ളത്. ഓക്കെ. രണ്ടാമത്തതായിട്ട് ഇത് നാം കൊടുക്കുമ്പോൾ നാം ദൈവരാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടി സഹായിക്കുകയാണ്, അല്ലെങ്കിൽ നാം അതിനുവേണ്ടി പ്രയോജനപ്പെടുകയാണ് ചെയ്യുന്നത്. 1 കൊരിന്ത്യർ 9:14 പറയുന്നുണ്ട്, കർത്താവും സുവിശേഷം അറിയിക്കുന്നവർ സുവിശേഷത്താൽ ഉപജീവിക്കണമെന്ന് കൽപ്പിച്ചിരിക്കുന്നു. അത് ദൈവത്തിന്റെ കൽപ്പനയാണ്. സുവിശേഷം അറിയിക്കുന്നവർ സുവിശേഷത്താൽ ഉപജീവിക്കണം എന്ന് ആരാ പറഞ്ഞേ? പൗലോസ് അല്ല പറഞ്ഞേ, കർത്താവിന്റെ കൽപ്പനയാണ്. എന്നോട് വായിക്കാം. 1 കൊരിന്ത്യർ 9:14. അതുപോലെ കർത്താവും സുവിശേഷം അറിയിക്കുന്നവർ സുവിശേഷത്താൽ ഉപജീവിക്കണം എന്ന് കൽപ്പിച്ചിരിക്കുന്നു. ഇനി മൂന്നാമതായിട്ട് സഭയുടെ വരവ് ചിലവ് കണക്കിനായി, അല്ലെങ്കിൽ ആ സഭയുടെ ദൈനംദിന കാര്യങ്ങൾ നിറവേറ്റുന്നതിനായി നാം കൊടുക്കുന്നത് പ്രയോജനപ്പെടും. ഫിലിപ്പിയ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഫിലിപ്പിയർ ആ വരവ് ചിലവ് കാര്യത്തിൽ സഹായിച്ചതായി കാണുവാനായിട്ട് കഴിയും. നമുക്കൊന്ന് വായിക്കാം. ഫിലിപ്പിയ ലേഖനം 4:15 മുതലുള്ള വാക്യങ്ങൾ. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, മറ്റ് എല്ലാ സഭകളെക്കാളും ഫിലിപ്പിയ സഭ, അല്ലെങ്കിൽ മക്കതോന്യ സഭ, മക്കതോന്യയിലുള്ളതല്ലേ, മക്കതോന്യ സഭ സഹായിച്ചു എന്ന് പറയുന്നുണ്ട്. 4:15 ഫിലിപ്പിയരെ, സുവിശേഷ ഘോഷണത്തിന്റെ ആരംഭത്തിൽ ഞാൻ മക്കതോന്യയിൽ നിന്ന് പുറപ്പെട്ടാറെ നിങ്ങൾ മാത്രമല്ലാതെ ഒരു സഭയും വരവു ചിലവ് കാര്യത്തിൽ എന്നോട് കൂട്ടായ്മ കാണിച്ചില്ല എന്ന് നിങ്ങളും അറിയുന്നു. തെസലോനിക്കയിലും എന്റെ ബുദ്ധിമുട്ട് തീർപ്പാൻ നിങ്ങൾ 2 വട്ടം അയച്ചു തന്നല്ലോ. ഞാൻ ദാനം ആഗ്രഹിക്കുന്നു എന്നല്ല, നിങ്ങളുടെ കണക്കിലേക്ക് ഏറുന്ന പ്രതിഫലം അത്രേ ആഗ്രഹിക്കുന്നു. അത്ര മതി. അപ്പം പൗലോസ് അപ്പോസ്തലനെ സഹായിച്ചു, സുവിശേഷം അറിയിക്കുന്നു, സുവിശേഷം കൊണ്ട് ജീവിക്കണം. അതുപോലെ തന്നെ സഭയുടെ വരവ് ചിലവ് കണക്കുകളിലും തെസലോനിക്ക സഭയും ഫിലിപ്പിയ സഭയും ഒക്കെ സഹായിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. ഇനി അടുത്തത്, സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കാൻ വേണ്ടി നമ്മളുടെ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാ, സ്വർഗത്തിൽ നാം നിക്ഷേപം സ്വരൂപിക്കണമെങ്കിൽ ഇവിടെ ഭൂമിയിൽ ആവശ്യമുള്ളവർക്ക് കൊടുക്കുക, അല്ലെ ആവശ്യമുള്ളവരെ സഹായിക്കുക എന്നുള്ളത്. വായിക്കാം. മത്തായി സുവിശേഷം 6:20. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളൻ തുരന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചു കൊള്ളുവീൻ. അതുപോലെ തന്നെ ലൂക്കോസ് 6:32 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ലൂക്കോസ് 6:32 മുതൽ 35 വരെ. നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് ഉപചാരം കിട്ടും? പാപികളും തങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നുവല്ലോ. നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് നന്മ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ഉപചാരം കിട്ടും? പാപികളും അങ്ങനെ തന്നെ ചെയ്യുന്നുവല്ലോ. മടക്കി വാങ്ങിക്കൊള്ളാമെന്ന് നിങ്ങൾ ആശിക്കുന്നവർക്ക് കടം കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? പാപികളും കുറയാതെ മടക്കി വാങ്ങേണ്ടതിന് പാപികൾക്ക് കടം കൊടുക്കുന്നുവല്ലോ. നിങ്ങളോ ശത്രുക്കളെ സ്നേഹിപ്പിൻ, അവർക്ക് നന്മ ചെയ്യുവിൻ, ഒന്നും പകരം ഇച്ഛിക്കാതെ കടം കൊടുപ്പിൻ, എന്നാൽ നിങ്ങളുടെ പ്രതിഫലം വളരെയാകും, നിങ്ങൾ അത്യുന്നതന്റെ മക്കളെന്ന് ആകും. അവൻ നന്ദി കെട്ടവരോടും ദുഷ്ടന്മാരോടും ദയാലുവല്ലോ. നമ്മുടെ ദൈവം സൽഗുണപൂർണരായിരിക്കുന്നത് പോലെ നിങ്ങളും
സൽഗുണപൂർണ്ണരാകുവിനെന്ന് പർവ്വത പ്രസംഗത്തിന്റെ അവസാന വാക്യങ്ങളിലാണ് പറയുന്നത്. 7-ാം അധ്യായത്തിന്റെ അവസാന വാക്യത്തിൽ കർത്താവ് പറയുന്നത്, നിങ്ങളുടെ പിതാവ് സൽഗുണപൂർണ്ണരായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണ്ണരാകുവീൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് 35-ാമത്തെ വാക്യം ഞാൻ ഒന്നുകൂടെ വായിക്കാം. നിങ്ങളോ ശത്രുക്കളെ സ്നേഹിപ്പീൻ, അവർക്കു നന്മ ചെയ്യുവീൻ, ഒന്നും പകരം ഇച്ഛിക്കാതെ കടം കൊടുപ്പീൻ, എന്നാൽ നിങ്ങളുടെ പ്രതിഫലം വളരെയാകും, നിങ്ങൾ അത്യുന്നതന്റെ മക്കളാകും. അവൻ നന്ദികെട്ടവരോടും ദുഷ്ടന്മാരോടും ദയാലുവല്ലോ. നന്ദികെട്ടവരോടും ദുഷ്ടന്മാരുടെ മേലും മഴ പെയ്യിക്കുന്ന, നീതിമാന്മാരുടെ മേലും ദുഷ്ടന്മാരുടെ മേലും മഴ പെയ്യിക്കുന്ന ഒരു ദൈവം അല്ലെ. അടുത്തതായിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിപ്പാൻ, അടുത്തത് ആവശ്യത്തിലുള്ളവരെ സഹായിപ്പാനും. അപ്പൊ ആവശ്യത്തിലുള്ളവരെ സഹായിക്കുക. എളിയവനോട് കൃപ തോന്നുന്നവൻ അല്ലെ കരുണ തോന്നുന്നവൻ യഹോവയ്ക്ക് പ്രതിഫലം വായ്പ കൊടുക്കുന്നു എന്നാണ് സദൃശ്യവാക്യങ്ങൾ പറയുന്നത്. വായിക്കാം. സദൃശ്യവാക്യങ്ങൾ 19:17. സദൃശ്യവാക്യങ്ങൾ 19:17. എളിയവനോട് കൃപ കാട്ടുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു, അവൻ ചെയ്ത നന്മയ്ക്ക് അവൻ പകരം കൊടുക്കും. അപ്പം എളിയവനോട് കൃപ കാട്ടുന്നവൻ എന്തുവാ ചെയ്യുന്നത്? സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കുക, യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു. അപ്പം നമ്മള് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ആത്മീകമായി കൊടുക്കുമ്പോൾ നാം എന്തുവാണ് നമുക്ക്, അല്ലെങ്കിൽ ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കുമ്പോൾ നാം എന്തൊക്കെയാ ചെയ്യുന്നത്? ഒന്ന്, ദൈവത്തോട് ഉള്ള അനുസരണം, ദൈവത്തിൽ ആശ്രയിക്കാനും ദൈവത്തെ ബഹുമാനിക്കാനും പഠിക്കും. രണ്ടാമതായിട്ട് ദൈവരാജ്യത്തിന്റെ വികസനത്തിനായിട്ട്. മൂന്നാമത് സഭയുടെ വരവ് ചിലവ് കലക്കുകൾക്കായിട്ട്, കാര്യങ്ങൾക്കായിട്ട്. അതുപോലെ തന്നെ ആവശ്യത്തിലുള്ളവരെ സഹായിക്കാനായിട്ട്. പിന്നെ നാലാമത്തെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, നാം കൊടുക്കുന്നത് നമ്മളുടെ വരുമാനത്തിന്റെയും അവസരങ്ങളുടെയും അനുപാതത്തിൽ ആയിരിക്കണം. മക്കതോന്യ സഭകളെ കുറിച്ച് പറഞ്ഞു, അവർ പ്രാപ്തിക്ക് മീതെ കൊടുത്തു. പക്ഷെ നമുക്ക് 10 ഉണ്ടായിട്ട് നാം 1 കൊടുക്കുന്നതല്ല, ആ ഒരു സാക്രിഫിഷ്യൽ ലവ് ആയിരിക്കും. നമുക്ക് 2 ഉണ്ടെങ്കിൽ 1 അല്ലെങ്കിൽ 2 കൊടുക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നമ്മളുടെ വരുമാനത്തിന്റെയും അവസരത്തിന്റെയും അനുപാതത്തിലായിരിക്കണം നമുക്ക് കൊടുക്കുന്നത്. നമ്മൾ 1 കൊരിന്ത്യർ 16-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട് കൊരിന്ത്യരോട്, എങ്ങനെ നിങ്ങൾ കൊടുക്കണം? നിങ്ങൾ ചരദിച്ചു കൊടുക്കണം. എങ്ങനെ പറയുന്നത്? നമുക്കൊന്ന് വായിക്കാം. 16:2. 1 കൊരിന്ത്യർ 16:2. ഞാൻ വന്ന ശേഷം മാത്രം ശേഖരം ഉണ്ടാകാതിരിക്കേണ്ടതിന് ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ തോറും നിങ്ങളിൽ ഓരോരുത്തൻ തനിക്ക് കഴിവുള്ളത് ചരദിച്ചു. അപ്പൊ തനിക്ക് കഴിവുള്ളത് കൊടുത്താൽ മതി. മക്കതോന്യ സഭകള് പ്രാപ്തി പോലെ കൊടുക്കാനാ പറഞ്ഞു, ഒരു പ്രാപ്തിക്ക് മീതെയും കൊടുത്തു. ഇവിടെ പറയുന്നത് കഴിവിനനുസരിച്ച് കൊടുക്കണം. 1 കൊടുക്കാൻ കഴിവുള്ളവന് 1, 10 കൊടുക്കാൻ കഴിവുള്ളവൻ 10. അതെ, ഓക്കെ. അടുത്തത് നമ്മള് കൊടുക്കുന്നത് നമ്മുടെ സ്നേഹത്തിന്റെ അടയാളമാണ്. ഗിവിങ് ഈസ് എ പ്രൂഫ് ഓഫ് ലവ്. ആ സ്നേഹത്തിന്റെ അടയാളമാണ്. 2 കൊരിന്ത്യർ 8:24. 2 കൊരിന്ത്യർ 8:24. ആകയാൽ നിങ്ങളുടെ സ്നേഹത്തിനും നിങ്ങളെ ചൊല്ലി ഞങ്ങൾ പറയുന്ന പ്രശംസയ്ക്കും ഒത്ത ദൃഷ്ടാന്തം സഭകൾ കാണുക അവർക്ക് കാണിച്ചു കൊടുക്കുക. സ്നേഹത്താണ് ആ ഒരു ദൃഷ്ടാന്തം കാണിക്കാൻ. ആ സ്നേഹത്തിന്റെ അടയാളമാണ് കൊടുക്കുക എന്നുള്ളത്. ഇനി അതുപോലെ തന്നെ ത്യാഗ മനോഭാവത്തോടെ ആയിരിക്കണം നാം കൊടുക്കേണ്ടത്. നമ്മൾ വായിച്ചു, സാക്രിഫിഷ്യൽ ആയിരിക്കണം. മക്കതോന്യ സഭകളുടെ ഉദാഹരണം, അവരുടെ പ്രാപ്തിക്ക് മീതെ കൊടുത്ത കഷ്ടത എന്ന കഠിന ശോധനയിലും ആ മഹാദാരിദ്ര്യത്തിലും അവര് സഹായം കാണിക്കാനായിട്ട് ഇടയായിത്തീർന്നു. ഞാൻ വായിക്കുന്നില്ല. ഇനി അടുത്തത് സ്വമേധയാ ആയിരിക്കണം. മക്കതോന്യ സഭകൾ അതുപോലെ കൊടുത്തു. വോളണ്ടറിലി അവർ കൊടുത്തു. അപ്പം അത് 2 കൊരിന്ത്യർ 8:4. അടുത്തത്, നാം കൊടുക്കുന്നതിലൂടെ നാം വിതയ്ക്കുകയും കൊയ്യുകയുമാണ് ചെയ്യുന്നത്. സോയിങ് ആൻഡ് റീപ്പിംഗ്. അപ്പം ആ മെറ്റീരിയൽ ഗിവിങ് മാത്രമല്ല, നമ്മൾ സ്പിരിച്വലി സോ ചെയ്യുകയും റീപ്പ് ചെയ്യുകയും ചെയ്യുകയാണ്. മെറ്റീരിയൽ നമ്മൾ കൊടുക്കുമ്പോൾ അത് തന്നെയല്ല, നാം അത് സ്പിരിച്വലായിട്ട് നമ്മൾ സോ ചെയ്യുകയും റീപ്പ് ചെയ്യുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ എന്തുവാ കൊടുക്കുന്നത്? നമ്മൾ നമ്മുടെ വസ്തുവകൾ കൊടുക്കണം. അതിന് ഉപരിയായിട്ട് നമ്മളുടെ വിശ്വാസം
പകരണം മറ്റുള്ളവരിലേക്ക്. അതുപോലെ നമ്മുടെ സമയം ദൈവത്തിന് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ ആരോഗ്യം ദൈവത്തിന് മറ്റുള്ളവരെ ശുശ്രൂഷിക്കാന്, മറ്റുള്ളവരുടെ കഷ്ടതകളിൽ സഹായം ചെയ്യുവാന്, അല്ലെങ്കിൽ നമ്മള് മറ്റുള്ളവരോടൊന്ന് സംസാരിക്കാന്, ചിലവര് എന്താ പറയുന്നെ, വിഷമങ്ങളിലും പ്രയാസങ്ങളിലും ഇരിക്കുന്ന നമ്മളുടെ സാമ്പത്തികമായ കാര്യങ്ങളിൽ അധികമായി, സാമ്പത്തിക സഹായത്തിൽ അധികമായി അവരെ ആ ഒരു ആശ്വാസ വാക്കുകൾ അയച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളുടെ സമയവും നമ്മളുടെ വാക്കുകൾ, അതുകൊണ്ടല്ലേ യെശയ്യാവിന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു, മറ്റുള്ളവരോട് ആശ്വസിപ്പിക്കേണ്ടതിന് ശിഷ്യന്മാരുടെ നാവ് നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരെയും കുറിച്ചായി പറയുന്നത്. ദൈവത്തിന്റെ മക്കൾക്കെല്ലാം ദൈവം കൊടുത്തിരിക്കുന്നു ശിഷ്യന്മാരുടെ നാവ്. നമുക്കറിയാം എത്ര വിഷമത്തിലുള്ളവരായിരുന്നാലും നമ്മളൊന്ന് സംസാരിച്ച് അവരുടെ വിഷമത്തിന് ആശ്വാസം ലഭിക്കും. അതുകൊണ്ട് നമ്മളുടെ സമയം, നമ്മളുടെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരെ ശുശ്രൂഷിക്കേണ്ട, സഹായിക്കാനുള്ള ഒരു ഇത് കൊടുക്കണം. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ വിശ്വാസം മറ്റുള്ളവരിലേക്ക് പകരുകയും ചെയ്യണം. അതൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് അപ്പൊ നമ്മളുടെ പ്രതിഫലം കിട്ടും. കാരണം നമ്മളത് നമ്മൾ വിതയ്ക്കുന്നവർക്ക് എപ്പോഴും ഫലമുണ്ടല്ലേ. ഒരു വിതയ്ക്കുന്ന നമ്മള് കേരളത്തിലൊക്കെ വിതയ്ക്കുന്നവർക്കെല്ലാം, ഇവിടെ വിതയ്ക്കുന്നവർക്കെല്ലാം പ്രതിഫലമുണ്ട്. നമ്മൾ നടുന്നതിനുള്ള ഫലം നമുക്ക് കിട്ടും അല്ലേ. അത് അതുപോലെ തന്നെ നമ്മൾ ദൈവരാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടി എന്തെങ്കിലും നാം വിതയ്ക്കുകയാണെങ്കിൽ നമ്മളത് കൊയ്യുക തന്നെ ചെയ്യും. നമുക്ക് ഒന്ന് വായിക്കാം 2 കൊരിന്ത്യർ 9:6, 10, 11, 12 വാക്യങ്ങൾ. 9:6, 10, 11, 12 വാക്യങ്ങൾ വായിക്കാം. 9:6. എന്നാൽ ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും. കുറച്ച് വിതച്ചാൽ കുറച്ച് മാത്രമേ കിട്ടത്തുള്ളൂ. അത് പ്രകൃതി നിയമമാണ്. ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും എന്ന് ഓർത്തുകൊള്ളുകയും. 10. എന്നാൽ വിതയ്ക്കുന്നവന് വിത്തും ഭക്ഷിപ്പാൻ ആഹാരവും നൽകുന്നവൻ നിങ്ങളുടെ വിതയും നൽകി പൊലിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇവിടെ എന്താ പറയുന്നത്? വിതയ്ക്കുന്നവന് വിത്തും ഭക്ഷിപ്പാൻ ആഹാരവും നൽകുന്നത്. നിങ്ങളുടെ വിതയും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിത്തും നൽകും, അതുപോലെ തന്നെ നിങ്ങളുടെ ആ വിതയെ പൊലിപ്പിക്കുകയും ചെയ്യും. എന്നിട്ട് നിങ്ങളുടെ നീതിയുടെ അളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ദൈവം. അപ്പൊ നമ്മൾ സാധാരണ വിതയ്ക്കുകയാണെങ്കിൽ നമുക്ക് വിതയും അതിന് ഇച്ചിരൂടെ കിട്ടുമായിരിക്കും. പക്ഷെ ഇവിടെ എന്തുവാ കിട്ടുന്നത്? വിത കിട്ടും, അതുപോലെ തന്നെ വിതയുടെ ഇരട്ടി നമുക്ക് സാധാരണ കിട്ടുന്നത് പോലെ പൊലിക്കുകയും ചെയ്യും. അതുപോലെ നമ്മുടെ നീതിയുടെ ആ വിളവ് വർദ്ധിപ്പിക്കുകയും ദൈവം ചെയ്യും. അപ്പൊ സ്വർഗത്തിൽ പ്രതിഫലം ഉണ്ട്. 11. ഇങ്ങനെ ദൈവത്തിന് ഞങ്ങളാൽ സ്തോത്രം വരുവാൻ കാരണമായിരിക്കുന്ന ഔദാര്യം ഒക്കെ നിങ്ങൾ കാണിക്കണം. നിങ്ങൾ സകലത്തിലും സമ്പന്നന്മാരാകും. ദൈവസന്നിധിയിൽ സമ്പന്നന്മാരായിരിക്കാം. നമുക്ക് പിന്നെ പറയാം, പഠിക്കുന്നതായിട്ട് വരുന്നുണ്ട്. 12. ഈ നടത്തുന്ന ധർമ്മശേഖരം വിശുദ്ധന്മാരുടെ ബുദ്ധിമുട്ട് തീർക്കുന്നതുമല്ല, ദൈവത്തിന് അനവധി സ്തോത്രം നാമമഹത്വത്തിന് കാരണമായി തീരുകയും ചെയ്തു. നാം കൊടുക്കുമ്പോൾ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് തീർക്കുക മാത്രമല്ല, അത് ദൈവത്തിന്റെ നാമത്തിന് മഹത്വത്തിന്, രാജ്യത്തിന്റെ വിസ്താരത്തിനും ദൈവത്തിന്റെ നാമമഹത്വത്തിനും കാരണമായി തീരുമെന്ന് പറയുന്നു. അതുപോലെ തന്നെ നമുക്ക് ദൈവം നൽകുന്നത് മറ്റുള്ളവരുടെ അനുഗ്രഹത്തിന് വേണ്ടിയാണ്. നമ്മൾക്ക് ദൈവം നൽകുന്ന നമ്മളുടെ ആവശ്യത്തിനും അതുപോലെ മറ്റുള്ളവരുടെ അനുഗ്രഹത്തിനും വേണ്ടതാണ്. ദാവീദ് പറഞ്ഞു, ഞാൻ ദൈവത്തിൽ നിന്ന് വാങ്ങി ദൈവത്തിന് കൊടുക്കും. നമുക്ക് അങ്ങനെ പറയാൻ കഴിയുമോ? ദാവീദ് പറഞ്ഞു, പഴയ നിയമത്തിലെ വിശുദ്ധന്മാരൊക്കെ അങ്ങനെ പറഞ്ഞു, ഞാൻ ദൈവത്തിൽ നിന്ന് വാങ്ങി ദൈവത്തിന് കൊടുക്കുന്നു എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. 2 അതുപോലെ തന്നെ 9:8 ഞാനൊന്ന് വായിക്കാം. 2 കൊരിന്ത്യർ 9:8. നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറാൻ നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാകുന്നു. കാരണം നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾക്ക് നഷ്ടപ്പെടുകയല്ല ചെയ്യുന്നത്. ഇവിടെ പറയുന്നത് ആ ഒരു സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറെ നിങ്ങൾ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാകുന്നു. അപ്പൊ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ കൂടുതൽ ദൈവകൃപ ദൈവം
പകരും. അതല്ലേ മക്കതോനിയ സഭകൾക്ക് സംഭവിച്ചത്. അവർക്ക് ലഭിച്ച ആ ഒരു വലിയ ദൈവകൃപ, എത്രത്തോളം കഷ്ടതയിലൂടെ കടന്നു പോയിട്ടും അവരുടെ സന്തോഷ സമൃദ്ധി, അതാണ് വലിയ കാര്യം അല്ലേ. അവർക്കൊന്നും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നതെന്ന് അവർ കൊടുത്തത് കൊണ്ടാണ് അവർക്ക് വീണ്ടും ബുദ്ധിമുട്ടില്ലാതെ ദൈവം അവരെ കാത്തത്. അനേകം ഉണ്ടായിരുന്ന യഹൂദ എന്താ പറയുക, യഹൂദിയിലെയും അല്ലെ യെരൂശലേമിലെയും വിശുദ്ധന്മാർക്ക് ഉള്ളതിനേക്കാളും സമൃദ്ധി മക്കതോന്യ സഭകൾക്ക് ഉണ്ടായിരുന്നു നമുക്ക് കാണുവാനായിട്ട് കഴിയും. എഫെസ്യ ലേഖനം 4:28 ഇങ്ങനെ പറയുന്നു, കള്ളനിനി കക്കാതെ ദൈവത്തെങ്കിലേക്ക് വന്നവർ മുട്ടുള്ളവന് ദാനം ചെയ്യുവാൻ ഉണ്ടാകേണ്ടതിനെ കൈകൊണ്ട് വല്ലതും പ്രവർത്തിച്ച് അധ്വാനം. അപ്പൊ മുട്ടുള്ളവന് ദാനം ചെയ്യണത് ദൈവമക്കളുടെ ആ ഒരു നമുക്ക് ദൈവം തന്നിരിക്കുന്ന റെസ്പോൺസിബിലിറ്റിയാണ്, നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് നാം ചെയ്യുക എന്നുള്ളത്. അതുപോലെ തന്നെ കൊടുക്കുന്നത് മൂലം നമ്മളുടെ ദൈവത്തോടുള്ള സമർപ്പണ ബോധം അല്ലെങ്കിൽ സമർപ്പണ മനോഭാവം വർദ്ധിക്കാനായിട്ട് ഇടയായിത്തീരും. നമുക്ക് ലൂക്കോസിന്റെ 6:38 ഇങ്ങനെ പറയുന്നു, കൊടുപ്പിനെന്നാൽ നിങ്ങൾക്ക് കിട്ടും, അമർത്തി കുലുക്കി കവിയുന്നൊരു നല്ല അളവ് നിങ്ങളുടെ മടിയിൽ വരും, നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ നമ്മൾ സാമ്പത്തികമായ കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ സമയവും ദൈവത്തിന്റെ കയ്യിൽ സമർപ്പിക്കുകയാണെങ്കിൽ ദൈവം നമുക്ക് സമയം കൂടുതൽ തരും. നമുക്ക് 12 മണിക്കൂറേ ഉള്ളെങ്കിലും ആ 12 മണിക്കൂർ ഇഷ്ടം പോലെയുള്ള സമയമായിട്ട് ദൈവം നമുക്ക് തീർത്തു തരും. ദൈവസന്നിധിയിൽ ഇരിക്കുന്നവർക്ക് വേറൊരു കാര്യങ്ങളെ കുറിച്ചും സമയം സ്പെൻഡ് ചെയ്യാൻ ദൈവം അനുവദിക്കത്തില്ല. അതുകൊണ്ട് നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളൊന്നും അധികം നമ്മുടെ മുമ്പ് വരാറില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് കൂടുതൽ സമയം ദൈവം തരും. 12 മണിക്കൂർ കൂടുതൽ തരുമെന്നല്ല, എത്രയോ പേര് എത്രയോ സമയം ഉണ്ടായിട്ടും ദൈവസന്നിധിയിൽ ഇരിക്കാൻ സമയമില്ല, ഒരു പ്രസംഗം കേൾക്കാൻ സമയമില്ല, ദൈവവചനം വായിക്കാൻ സമയമില്ല. പക്ഷെ ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവവചനത്തിനെ സ്നേഹിക്കുന്നവർക്ക് എത്ര മണിക്കൂർ വേണേലും നമ്മള് ദശാംശം കൊടുക്കണമെന്നാ പറയുന്നത് എല്ലാത്തിനും അല്ലെ. പഴയ നിയമത്തിലെ, പുതിയ നിയമത്തിൽ അങ്ങനെയല്ല, നമ്മളെ തന്നെ ദൈവത്തിന് കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പം ദശാംശം എന്ന് പറയുകയാണെങ്കിൽ തന്നെ എത്ര കൊടുക്കേണ്ട? 2.5 മണിക്കൂർ അല്ലേ. 2.5 മണിക്കൂറാണോ കൊടുക്കണ്ടേ? നമ്മൾ 2.5 മണിക്കൂർ കൊടുക്കാറുണ്ടോ? പക്ഷെ ദൈവത്തിന് നമ്മളെ സമർപ്പിച്ച ഒരു 2.5 മണിക്കൂർ അല്ല കൊടുക്കുന്നത്. എത്ര സമയം നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കും, ദൈവത്തിന്റെ വചനം പഠിക്കുന്നവര് അല്ലേ? എത്രയോ സമയം ഇരട്ടിയായി നമ്മൾ ഇരിക്കാറുണ്ട്. എന്തുകൊണ്ടാ? നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇല്ലാഞ്ഞത് കൊണ്ടാണോ? ഇല്ല, ഒരിക്കലും അല്ല. നമ്മളെല്ലാവരും ജോലി ചെയ്യുന്നവരാണ്, നമ്മുടെ വീട്ടിലെ കാര്യം നോക്കുന്നവരാണ്, നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ പോകേണ്ട എല്ലാം ചെയ്യേണ്ടവരാണ്. പക്ഷെ ദൈവസന്നിധിയിൽ നമുക്ക് ഇരിക്കാൻ സമയം കിട്ടുന്നത് എന്തുകൊണ്ടാണ്? വേറൊരു ചിന്തകളും ഇല്ലാതെ ഇരിക്കാൻ സമയം കിട്ടുന്നത് നമ്മളെ തന്നെ ദൈവത്തിന് കൊടുത്തത് കൊണ്ടാണ് അല്ലെ. നമ്മുടെ സമയം ദൈവത്തിന് കൊടുത്തത് കൊണ്ടാ നമ്മൾക്ക് അങ്ങനെ ഇരിക്കാനായിട്ട് ദൈവം സമയം തരുന്നത്. എത്രയോ പേർക്ക് ഈ സമയം നമ്മൾ ചെയ്യുന്നതിനേക്കാളും അതിക്കുള്ളൊന്നും ചെയ്യുന്നവരാരും അധികമൊന്നും നമ്മളെല്ലാവരും എല്ലാവരുടെയും നമ്മുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നവർ, പക്ഷെ ദൈവസന്നിധിയിൽ ഇരിക്കുന്നുണ്ട്. പക്ഷെ മറ്റുള്ളവർക്ക് സമയമില്ലാതെ, എനിക്ക് ഒന്നിനും സമയമില്ല എന്ന് പറയുന്ന അവസ്ഥയില് ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കാൻ ദൈവം നമുക്ക് എത്ര സമയം തന്നിരിക്കും. ദൈവത്തിന് സ്തോത്രം ചെയ്യുക, അത് ദൈവത്തിന്റെ ദാനമാ. കാരണം ഈ ദൈവത്തിന്റെ സമയത്തിരിക്കാൻ, ഈ 1 മണിക്കൂർ നമ്മൾ ദൈവത്തിന്റെ മുമ്പിൽ ഇരിക്കാൻ, നമ്മുടെ സാഹചര്യങ്ങളെ, നമ്മുടെ മനസ്സിനെ, നമ്മുടെ ആരോഗ്യത്തെ എല്ലാം ദൈവം നമുക്ക് പ്രദാനം ചെയ്തില്ലേ. എത്രയോ ആൾക്ക് മനസ്സുണ്ടായിട്ടും ദൈവസന്നിധിയിൽ ഇരിക്കാൻ സമയമില്ലാതിരിക്കുമ്പോൾ, ആരോഗ്യമില്ലാതിരിക്കുമ്പോൾ, ഈ അവസരം ഇല്ലാതിരിക്കുമ്പോൾ ദൈവം നമുക്ക് തന്ന ഈ സമയത്തിനായി ഈ സമയത്ത് നമുക്ക് വേറെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല അല്ലെ. ദൈവത്തിന്റെ വചനം മാത്രം ശ്രവിച്ച് സന്തോഷത്തോടെ ഇരിക്കാം. അറ്റ്ലീസ്റ്റ് മറ്റു കാര്യങ്ങളെ കുറിച്ചൊന്നും ചിന്തിക്കാതെ ഇരിക്കുന്ന ഒരവസ്ഥ. അപ്പൊ ദൈവം നമുക്ക് തരുന്ന, ചിലവരൊക്കെ വിചാരിക്കും എന്തെങ്കിലുമൊക്കെ ദൈവം സാമ്പത്തികമായിട്ട് നമ്മളെ സഹായിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം വ്യക്തമാക്കും നമുക്ക് മനസ്സിലാകുന്ന. ഒരിക്കലുമല്ല. നാം ദൈവമക്കളായി തീരുവാൻ ദൈവം ചെയ്ത കൃപ, അതുപോലെ തന്നെ ദൈവത്തിന്റെ വചനം പഠിക്കുവാൻ ദൈവം നമുക്ക് നൽകുന്ന കൃപ, ഇതൊക്കെയാ ദൈവത്തിന്റെ ദാനം എന്ന് പറഞ്ഞ ഏറ്റവും വലിയ ദാനം. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ദൈവം നമ്മളെ നിറച്ചിരിക്കുക ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഒന്നിലും വിഷമിക്കേണ്ട കാര്യമില്ല. ബുദ്ധിമുട്ടുകൊണ്ടോ പ്രയാസം കൊണ്ടോ മറ്റുള്ളവരെക്കാളും പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. പക്ഷെ അവിടെയും സമാധാനം കണ്ടെത്താൻ കഴിയുന്നത് ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ ദാനവും. ഇവിടെ നമ്മൾ പറയുന്ന മക്കതോന്യ സഭകളെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. അവർക്ക് ഉണ്ടാഞ്ഞിട്ടല്ല, അവർക്കില്ലാതിരുന്നിട്ടും അവരിലുണ്ടായ ഒരു സന്തോഷ സമൃദ്ധി. ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞ് അവർ ഇരുന്നില്ല. അവരെന്താ ചെയ്തേ? അവര് മറ്റുള്ളവരെ സഹായിപ്പാനുള്ള മനസ്സ് കാണിച്ചു. അതുപോലെ തന്നെ നമ്മുടെ സമയവും ദൈവസന്നിധിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ദൈവം നമുക്ക് ഇരട്ടിയായി സമയം നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുവാനായിട്ട് ദൈവം തരും. അപ്പൊ ഒരു ദേവദാസൻ പറഞ്ഞത് ഇങ്ങനെയാണ്, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയുള്ള എല്ലാ സംഭാവനകളും വിലയേറിയതാകുന്ന ദൈവത്തിന്
തങ്ങളെ തന്നെ സമർപ്പിച്ചവരുടെ ദാനമാകുമ്പോഴാണ്. ഇന്നൂടെ പറയാം, വായിക്കാം. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയുള്ള സംഭാവനകൾ വിലയുള്ളതാകുന്നത് ദൈവത്തിന് തങ്ങളെ തന്നെ സമർപ്പിച്ചവരുടെ ദാനങ്ങളാകുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ മുമ്പേ പറഞ്ഞത്, നമ്മളെ സൽപ്രവൃത്തിക്കായിട്ട് ദൈവത്തിന്റെ കൈപ്പിണിയായി നമ്മെ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നമ്മളത് ചെയ്തു പോരേണ്ടതിനെ ദൈവം സർവ്വലോകത്തിന് മുമ്പേ അത് നമുക്ക് വേണ്ടി മുന്നൊരുക്കി വെച്ചതാണ്. ദൈവത്തിന്റെ മക്കളാണ്. അത് ദൈവത്തിന്റെ മക്കൾ കൊടുക്കുമ്പോഴാണ് അത് ദൈവസന്നിധിയിൽ പ്രസാദമായി തീരുന്നത്. ദൈവത്തിന് തങ്ങളെ തന്നെ സമർപ്പിച്ചവരുടെ ദാനമാണ് ദൈവത്തിന് വിലയേറിയതായിട്ട് ഉള്ളത്. ഓക്കെ, നമ്മൾ ആ ഭാഗം കഴിഞ്ഞ് 6ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് പോകാം. നമ്മൾ മെറ്റീരിയലായി കൊടുക്കണം, പക്ഷെ നമ്മളുടെ സമയവും നമ്മുടെ ആരോഗ്യവും എല്ലാം നാം ദൈവത്തിന് സമർപ്പിക്കണം. ദാവീദ് പറഞ്ഞതുപോലെ, ഞാൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു ദൈവത്തിന് തന്നെ കൊടുക്കുന്നു എന്ന് പറയുന്നു. ഓക്കെ, അത് നമുക്ക് 6ാമത്തെ വാക്യത്തിലേക്ക് വായിക്കാം. 6, 7 ഞാനിങ്ങനെ ഒന്ന് പറഞ്ഞു പോകാം, വായിച്ചു വിടാവുന്നതേ ഉള്ളൂ. അങ്ങനെ തീത്തോസ് ആരംഭിച്ചതുപോലെ നിങ്ങളുടെ ഇടയിൽ ഈ ധർമ്മശേഖരം നിവർത്തിക്കണമെന്ന് ഞങ്ങൾ അവനോട് അപേക്ഷിച്ചു. അപ്പം തീത്തോസിനോട് പൗലോസ് ആദ്യം പറഞ്ഞെന്നാണ് പറയുന്നത്. എന്താണെന്നറിയാം, നമുക്കറിയാം, ആ സിവിയർ ലെറ്ററുമായിട്ട് തീത്തോസ് കൊരിന്ത്യയിലേക്ക് പോയിരുന്നു. അതുപോലെ തന്നെ ആഖായ കീഴാണ്ട് മുതൽ അവിടെ കൊടുക്കുവാനായിട്ട് സന്നദ്ധ കാണിച്ചു എന്നൊക്കെ പറയുന്നു. അപ്പൊ പൗലോസിന്റെ കൂടെ തീത്തോസ് പോയിരുന്നു. അതുപോലെ ആ തീത്തോസ് അങ്ങനെയുള്ള സമയത്താണ് ആ ഒരു ഇതിനു വേണ്ടിയിട്ടുള്ള ധർമ്മശേഖരം ആരംഭിക്കാനായിട്ട് തുടങ്ങിയത്. പക്ഷെ അവർ ഇച്ചിരി തണുപ്പ് കാണിച്ചു. അപ്പൊ സിവിയർ ലെറ്റർ കൊണ്ട് പോയ സമയത്തും തീത്തോസ് അവരോട് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഈ ലെറ്ററും തീത്തോസിന്റെ കയ്യിലാണ് കൊടുത്തു വിടുന്നത്. അപ്പം പൗലോസ് അപ്പോസ്തലൻ തീത്തോസിനോട് പറഞ്ഞു അവിടെ ആരംഭിച്ച കാര്യങ്ങളെ പൂർത്തിയാക്കണമെന്ന് പറഞ്ഞു. ഞാൻ അതിന്റെ POC ട്രാൻസ്ലേഷൻ ഒന്ന് വായിച്ച് നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് പോകാം. പറയുന്നത്, അതനുസരിച്ച് തീത്തോസ് നിങ്ങളുടെ ഇടയിൽ ആരംഭിച്ചിട്ടുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ ഞങ്ങൾ അവനോട് അഭ്യർത്ഥിച്ചു. തീത്തോസിനോട് പറഞ്ഞു. ഓൾറെഡി ആരംഭിച്ചതാണ്, പക്ഷെ അത് പൂർണ്ണമായില്ല. മക്കതോന്യ സഭകൾ ആരംഭിച്ചതെങ്കിലും അവർ പെട്ടെന്ന് അത് പൂർത്തിയാക്കുവാനായിട്ട് ഇടയായി തീർന്നു. കൊരിന്ത്യ സഭ ഇച്ചിരി പടി കാണിച്ചു അപ്പൊ അത് പൂർത്തിയാക്കണമെന്ന് കൊരിന്ത്യരോട് അപേക്ഷിച്ചു. ഇനി 7ാമത്തെ വാക്യം. 7ാമത്തെ വാക്യം ഞാൻ വായിക്കാം. എന്നാൽ വിശ്വാസം, വചനം, പരിജ്ഞാനം, പൂർണ്ണ ജാഗ്രത, ഞങ്ങളോടുള്ള സ്നേഹം, ഇങ്ങനെ എല്ലാറ്റിലും നിങ്ങൾ മുന്തിയിരിക്കുന്നത് പോലെ ഈ കാര്യത്തിലും മുന്തി വരുവൻ. നമ്മൾ നോക്കുമ്പം വിചാരിക്കും പൗലോസ് സർക്കാസ്റ്റിക് ആയിട്ടാണോ പറയുന്നത് എന്നല്ലേ. ഇത്രയൊക്കെ കുറ്റങ്ങളും കൊരിന്ത്യരെ കുറിച്ച് പറയുമ്പം അവരോട് പറയുകയാണ്, നിങ്ങളുടെ വിശ്വാസവും വചനവും പരിജ്ഞാനവും പൂർണ്ണ ജാഗ്രത, ഞങ്ങളുള്ള സ്നേഹം, ഇങ്ങനെ നിങ്ങൾ എല്ലാറ്റിലും മുന്തിയിരിക്കുക എന്നാ പറയുന്നത്. അതുപോലെ ഈ ധർമ്മകാര്യത്തിലും മുന്തിയിരിക്കും എന്ന് പറയുന്നുണ്ട്. POCയിൽ ഇച്ചിരി ഒരു വ്യത്യാസമുണ്ട്. ആ വചനം എന്ന് പറയുന്നത് പ്രഭാഷണം എന്നാണ് പറയുന്നത്. ഞാനൊന്ന് വായിക്കാം. POC ബൈബിള് ഇംഗ്ലീഷും അത് തന്നെയാണ്, സ്പീച്ച് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഞാൻ വായിക്കാം. നിങ്ങൾ എല്ലാ കാര്യത്തിലും, വിശ്വാസത്തിലും, പ്രഭാഷണത്തിലും, വിജ്ഞാനത്തിലും, സമ്പൂർണമായ ഉത്സാഹത്തിലും, ഞങ്ങളുള്ള സ്നേഹത്തിലും മികച്ചു നിൽക്കുന്നത് പോലെ ഈ കാരുണ്യ പ്രവർത്തനങ്ങളിലും മികച്ചു നിൽപ്പീൻ എന്ന് പറയുന്നത്. അപ്പം പറഞ്ഞ അവര് ദൈവത്തോടുള്ള കാര്യങ്ങളിൽ, ദൈവികമായ കാര്യങ്ങളിൽ അവർ മികവുള്ളവരായിരുന്നു. നമുക്കറിയാം, ഞാൻ പലപ്പോഴും പറയാനുള്ള വിഗ്രഹാരാധനയും ആ മ്ലേച്ഛതയും നിറഞ്ഞിരുന്ന ഒരു സമൂഹത്തിൽ നിന്നാണ് അവർ ദൈവത്തെ അറിഞ്ഞു വന്നത്. അങ്ങനെയൊക്കെ ദൈവത്തെ അറിഞ്ഞു വരുന്ന നല്ല വിശ്വാസത്തോട് വന്നവരാ. പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോൾ ഇച്ചിരി തണുക്കുവാനായിട്ട് ഇടയായി തീർന്നു. അത്ര മാത്രമേ ഉള്ളൂ. അപ്പം അവര് വിശ്വാസത്തിൽ മുഖവുള്ളവരായിരുന്നു. അവര് എക്സലന്റ് ഫെയ്ത്ത് എന്നാ പറയുന്നത്. അവിടെ പറയുന്നത് യു എക്സൽഡ് ഇൻ എവരിതിങ് എന്നാ പറയുന്നത്. അപ്പൊ നമുക്ക് വിശ്വാസത്തിൽ മികവുള്ളവരായിരുന്നു. എക്സൽഡ് ഇൻ ഫെയ്ത്ത്. അപ്പം ദൈവത്തോടുള്ള വിശ്വാസത്തിൽ അവര് മികവുള്ളവരായിരുന്നു. നമുക്കൊന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 4-ന്റെ 5, 6, 7 വാക്യങ്ങൾ പൗലോസ് പറഞ്ഞത് ശരിയാണോന്ന്? ഓക്കെ, വായിക്കാം. പഠിച്ചതല്ലേ, നമുക്ക് പെട്ടെന്ന് വായിച്ചിട്ടാം. നിങ്ങൾക്ക് 1 കൊരിന്ത്യർ 1:4 നിങ്ങൾക്ക് ക്രിസ്തുവേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം ഞാൻ എൻ്റെ ദൈവത്തിന് നിങ്ങളെ കുറിച്ച് എപ്പോഴും സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങൾ ഉറപ്പായിരിക്കുന്നത് പോലെ അവരിൽ നിങ്ങൾ സകലത്തിലും, വിശേഷാൽ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരായി തീർന്നു. ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശുവിന്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തിരിക്കുന്നു. അവര് ക്രിസ്തുവിന്റെ സാക്ഷ്യം അവരിലുണ്ടായിരുന്നു, വചനം അവരിലുണ്ടായിരുന്നു, പരിജ്ഞാനം അവരിലുണ്ടായിരുന്നു. അവർ സകല കൃപാവരത്തിലും കുറവില്ലാത്തവരായിരുന്നു. അതുപോലെ തന്നെ
കർത്താവിന്റെ പ്രത്യക്ഷതയെക്കുറിച്ച് പ്രത്യാശയുള്ളവരുമായിരുന്നു. ഒരു ക്രിസ്ത്യാനിക്ക്, ഒരു ദൈവ പൈതലിന് ഉണ്ടാകേണ്ട എല്ലാ കാര്യങ്ങളിലും അവരിൽ ഉണ്ടായിരുന്നവർ, അതിലെല്ലാം മികവുള്ളവരായിരുന്നു. ഇനി രണ്ടാമതായി പറയുന്നത് വചനം. POC ബൈബിൾ ഞാൻ പറഞ്ഞതുപോലെ പ്രഭാഷണം എന്നാ പറയുന്നത്. ഇംഗ്ലീഷിൽ സ്പീച്ച് അല്ലെങ്കിൽ സ്പീക്കിംഗ് എന്ന് പല ട്രാൻസ്ലേഷനിൽ പറയുന്നുണ്ട്. അവിടെ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഭാഷകൾ ഉപയോഗിക്കുന്നതിനുള്ള മികവ് അവരിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. മൂന്നാമതായിട്ട് പരിജ്ഞാനം, നോളജ്. ദൈവിക സത്യങ്ങളെ ഉൾക്കൊള്ളുവാനായിട്ടുള്ള മികവ്. ജ്ഞാനവും പരിജ്ഞാനവും തമ്മിൽ വ്യത്യാസമുണ്ട്. ദൈവത്തിൽ നിന്ന് നമ്മളെല്ലാം ജ്ഞാനം പ്രാപിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മളുടെ ജ്ഞാനത്തിനനുസരിച്ച് നമ്മുടെ പ്രകൃതി ബോധത്തിൽ കൊണ്ടുവരുമ്പോഴാണ് അത് പരിജ്ഞാനമായി തീരുന്നത്. അപ്പൊ അവർ പഠിച്ചതും ക്രിസ്തുവിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അവർ പഠിച്ചതും ദൈവത്തിന്റെ സുവിശേഷം പഠിച്ചതെല്ലാം ഈ വചനങ്ങളെല്ലാം പഠിക്കുന്നവരും പ്രവൃത്തി പദത്തിൽ കൊണ്ടുവന്നവരായിരുന്നു. ഒരു പരിജ്ഞാനമുള്ളവരായിരുന്നു. ആ 1 Corinthians 12:8 ഇങ്ങനെ പറയുന്നുണ്ട്. നമുക്കറിയാം കൃപാവരങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ അത് പരിജ്ഞാനത്തിന്റെ വരം എന്ന് പറയുന്ന ഒരു കൃപാവരം ആയിരുന്നു. ഞാൻ വായിക്കുന്നില്ല, നമുക്ക് അടുത്തതിലേക്ക് പോകാം. അപ്പൊ പരിജ്ഞാനം ഒരു കൃപാവരമുള്ളായിരുന്നു. അപ്പൊ അവര് ആ പരിജ്ഞാനമൊക്കെ പ്രയോഗിക്കുന്നവർ, അല്ലെ ആ പരിജ്ഞാനമൊക്കെ ഉള്ളവരായിരുന്നു, ആ കൃപാവരം ഉപയോഗിക്കുന്നവരായിരുന്നു. നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. 4 പൂർണ്ണ ജാഗ്രത, ഡിലിജൻസ്, സമ്പൂർണ്ണ ഉത്സാഹം, ദൈവ വിഷയങ്ങളിലുള്ള ഉത്സാഹവും ആത്മാർത്ഥതയുമാണ് അവിടെ പറയുന്നത്. പിന്നെ പറയുന്നു ഞങ്ങളോടുള്ള സ്നേഹം. ഒരു ചെറിയ കൂട്ടം പൗലോസ് അപ്പോസ്തലനെ എതിർത്തിരുന്നു എങ്കിലും ഒരു മെജോറിറ്റി പൗലോസ് അപ്പോസ്തലനും കൂടെയുള്ളവർക്കും അവരെയും സ്നേഹിക്കുന്നവരായിരുന്നു, അല്ലെങ്കിൽ അവരെ കൈത്താങ്ങുന്നവരായിരുന്നു നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പം അവരോട് പറഞ്ഞ ഈ ധർമ്മശേഖരത്തിലും മുന്നിട്ടുവീൻ എന്ന് പറയുന്നു. എക്സലന്റ്. അപ്പൊ അവർ എല്ലാ കാര്യത്തിലും എക്സൽ ആയിരുന്നത് പോലെ ഈ കാര്യത്തിലും അവര് മുന്തി വരുവീൻ എന്നാണ് പറയുന്നത്. അപ്പം അവിടെ പറയുന്ന ആ ഈ ധർമ്മശേഖരത്തിൽ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ പറയുന്ന ഗ്രേസ് ഓൾസോ എന്നാ പറയുന്നത്. എക്സൽ ഇൻ ദിസ് ഗ്രേസ് ഓൾസോ എന്നാ പറയുന്നത്. അപ്പൊ ധർമ്മശേഖരം എന്ന് പറയുന്ന ഒരു ദൈവത്തിന്റെ ഒരു കൃപയാണ്. അപ്പൊ പൗലോസ് പറയുന്നതിന്റെ ഉദ്ദേശം, വിശ്വാസ സമൂഹത്തിൽ നമ്മൾ നമ്മുടെ വിശ്വാസവും അല്ലെങ്കിൽ എല്ലാ കൃപാവരങ്ങളും ഉപയോഗിക്കുവാൻ കാണിക്കുന്ന ഒരു താല്പര്യം പോലെ തന്നെ സഹായം ചെയ്യുന്നതിലും ആ ഒരു താല്പര്യം നമ്മൾ കാണിക്കണം. നമുക്കറിയാം, വിശ്വാസ ഗോളത്തിൽ കാണുമ്പോൾ കൃപാവരങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിനുള്ള താല്പര്യം, അല്ലെങ്കിൽ ആത്മീക കാര്യങ്ങൾക്ക് പോകുന്ന പ്രയർ നെറ്റിന്റെ കൺവെൻഷന് പോകുക, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിനേക്കാൾ അത്രയൊന്നും ഉത്സാഹം കൊടുക്കുന്നതിൽ കാണുവാൻ കഴിയുന്നില്ല, അല്ലെ? അപ്പൊ അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങൾ മറ്റുള്ള ഏതൊരു ആത്മീക കാര്യങ്ങളിൽ ഉത്സാഹമുള്ളവരായിരിക്കുന്നത് പോലെ ധർമ്മശേഖരത്തിന്റെ കാര്യത്തിലും ഉത്സാഹമുള്ളവരായിരിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ എക്സലന്റ് ഗ്രേസ് എന്നാ പറയുന്നത്. അതും ഒരു ഗ്രേസ് ആണ്. ദാനം ചെയ്യുന്നത് ഒക്കെ ഒരു കൃപാവരമായിട്ടാണ് റോമാലേഖനം പറയുന്നുണ്ടല്ലേ. ദാനം ചെയ്യുന്നവൻ ഏകാഗ്രതയോടെ, അതും ഒരു കൃപാവരമായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പൊ ഈ ലേഖനത്തിൽ ധർമ്മശേഖരത്തെ പറ്റി അനേകം പ്രാവശ്യം പറയുന്നുണ്ട്. റോമാലേഖനത്തിൽ പറയുന്നുണ്ട്, കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നുണ്ട്, 1 Corinthians ലേഖനത്തിൽ പറയുന്നുണ്ട്, 2 Corinthians ലേഖനത്തിലും പിന്നെയും പറയുന്നു. അതൊരു ഗ്രേസ് ആയതുകൊണ്ടാണ്, അതൊരു കൃപയായതുകൊണ്ടാണ്. അപ്പം പൗലോസ് അപ്പോസ്തലൻ ഇതെല്ലാം പറഞ്ഞു വരുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ വിശുദ്ധന്മാരെ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിലിരിക്കുന്നവരെ സഹായിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ കൃപയാണ് എന്നാണ് പറയുന്നത്. അപ്പം ദൈവകൃപ നമുക്ക് സൗജന്യമായി ലഭിക്കുന്നതാണ്. അതുകൊണ്ട് നാം അത് സൗജന്യമായി കൊടുക്കണം. നമുക്ക് ദൈവം തന്നതെല്ലാം സൗജന്യമായതാണ്. അതുപോലെ നമ്മുടെ ആരോഗ്യം, ജോലി, നമ്മുടെ വസ്തുക്കളെല്ലാം ദൈവം നമുക്ക് സൗജന്യമായിട്ട് തന്നതാണ്. അതുപോലെ തന്നെ സൗജന്യമായി കൊടുക്കണം. അതുകൊണ്ടാണ് ഉത്തമ ഉദാഹരണമായിട്ട് കർത്താവിനെയും പറയുന്ന 8:9 ഞാൻ വായിച്ചാണല്ലോ, ഇനി അത് വായിക്കുന്നില്ല. അപ്പൊ നാം കൊടുക്കുമ്പോൾ ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കാതെ ആയിരിക്കണം നാം കൊടുക്കണം. ഒന്നും തിരിച്ചു പ്രതീക്ഷിച്ചുകൊണ്ട് കൊടുക്കരുത്. നമുക്ക് ദൈവം തന്നതിന് നമുക്ക് ദൈവത്തിന് എന്തെങ്കിലും കൊടുക്കുവാൻ കഴിയുമോ? ഒരിക്കലുമില്ല. റോമാലേഖനം 11-ാം പറഞ്ഞു, കർത്താവിന്റെ മനസ്സ് അറിഞ്ഞവനാൽ, അവന് മന്ത്രിയായിരുന്നവനാൽ, അവന് മുമ്പേ വല്ലതും കൊടുത്തിട്ട് അവനിൽ നിന്ന് പ്രതിഫലം വാങ്ങുന്നവനുമാർ സകലവും അവനിൽ നിന്നും അവനാലും അവങ്കലേക്കുമാവുന്നു, അവൻ എന്നേക്കും മഹത്വമാമിൽ. കാരണം നമ്മൾ കൊടുത്തിട്ട്, നാം ദൈവത്തിന് കൊടുത്തിട്ടല്ല ദൈവം നമ്മളെ സഹായിക്കുന്നത്. ദൈവം നമുക്ക് തന്നതിൽ നിന്ന് നാം ദൈവത്തിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം
ദൈവത്തിന്റെ കൽപ്പനയാണ്. അപ്പൊ ദൈവത്തിന് നമുക്ക് തന്നതിന് പകരം നമുക്ക് ദൈവത്തിന് ഒന്നും തിരിച്ചു കൊടുക്കാൻ കഴിയാത്തതുപോലെ നാം മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴും ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കില്ല കൊടുക്കേണ്ടത്. നന്ദി പോലും പ്രതീക്ഷിക്കരുത് അല്ലേ. നമ്മൾ പലപ്പോഴും പലരെയും സഹായിച്ചു കഴിയുമ്പോൾ നമ്മൾ പറയും അവരൊരു നന്ദി പോലും പറഞ്ഞില്ലല്ലോ എന്നല്ലേ നമ്മൾ പറയുന്നല്ലേ. അപ്പം ദൈവത്തിന്റെ വചനം ഇതൊന്നും മനസ്സിലാക്കാൻ കഴിയുന്ന നന്ദി പോലും പ്രതീക്ഷിക്കേണ്ടെന്നാ പറയുന്നത്. കാരണം നന്ദി ലഭിച്ചില്ലേലും അതിന് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ പഠിക്കുന്നവരായി തീരണം. രണ്ട് 2 Corinthians 9:6 മുതൽ 8 വരെയുള്ള ഞാൻ 8 വായിച്ചാണ് ഒന്ന് ഞാൻ 6 മുതലുള്ള വാക്യങ്ങളൊന്നുകൂടെ വായിക്കാം. അപ്പം നമ്മള് ഇത് കൊടുക്കുന്നത് മൂലം ഞങ്ങളെ സകല സമൃദ്ധിയിലും വർദ്ധിച്ചു വരുവാൻ, സകല സൽപ്രവൃത്തിയിലും മുതിർന്നു വരുവാനായിട്ട് ഇടയായിത്തീരും. ഈ കൊടുക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ നമ്മള് ബോറായി പോകരുത്. ഓക്കെ, നമുക്ക് വായിക്കാം. 2 Corinthians 9:6. ഓക്കെ, നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി ബോറിംഗ് അതുപോലെ ഞാനും പഠിക്കുമ്പോഴും ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഓക്കെ, വായിക്കാം. 9:6. എന്നാൽ ലോഹമായി വിതയ്ക്കുന്ന ലോഹമായി കൊയ്യും, ധാരാളമായി വിതയ്ക്കും ധാരാളമായി കൊയ്യുന്നു. അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ, സങ്കടത്തോടെ അരുതേ, നിർബന്ധത്താലും അരുതേ, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. നിങ്ങൾ സകലത്തിൽ എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാർ നിങ്ങൾ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാകുന്ന പോലെ അപ്പോസ്തലൻ പറഞ്ഞ പോലെ ഞെരുക്കത്തിലിരിപ്പാനും എന്താ പറയുക സമൃദ്ധിയിലിരിപ്പാനും ഞാൻ പഠിച്ചിട്ടുണ്ട്, എല്ലാം പഠിച്ചിട്ടുണ്ട്. കാരണം എന്താ, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. അതുപോലെ തന്നെ നമുക്കും പറയാൻ കഴിയും, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് പോകാം. 8:8. സ്പീഡിൽ പോവാന്ന് എനിക്കറിയാം, എന്നാലും പോവാം. ഞാൻ കൽപ്പനയായിട്ടല്ല, മറ്റുള്ളവരുടെ ജാഗ്രത കൊണ്ട് നിങ്ങളുടെ സ്നേഹത്തിന്റെ പരമാർത്ഥതയും ശോധന ചെയ്യേണ്ടതിനത്രേ പറയുന്നത്. POC ഒന്ന് വായിച്ചുവിടാം. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുകയല്ല, നിങ്ങളുടെ സ്നേഹം യഥാർത്ഥമാണെന്ന് മറ്റുള്ളവരുടെ ഉത്സാഹത്തിലൂടെ തെളിയിക്കുകയാണ്. അപ്പൊ നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങൾ ഉത്സാഹമുള്ളവരാണ്. കാരണം ഉത്സാഹത്തിന്റെ ഒരു ദൃഷ്ടാന്തം പറഞ്ഞ ആരെ കുറിച്ചാ പറഞ്ഞേ? മക്കതോന്യ സഭകളെ കുറിച്ച്. അവർ ഉത്സാഹമുള്ളവരായിരുന്നു. അതുകൊണ്ട് ആ മക്കതോന്യ സഭകളുടെ ഇവിടെ പറയുന്നത് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുകയല്ല. കൽപ്പന എന്ന് പറയുമ്പോൾ യു ഷുഡ് ഡു ഇറ്റ് എന്നല്ലേ കൽപ്പന എന്ന് പറയുമ്പോൾ. അപ്പൊ അവരോട് പറയുന്നത് നിങ്ങൾ കൊടുക്കണം എന്നേ പറയുന്നുള്ളൂ അല്ലേ. നിങ്ങൾക്ക് നിങ്ങൾ ഇത് കൊടുത്തേ പറ്റുമെന്ന് പറയത്തില്ല, നിങ്ങൾ കൊടുക്കണം. നിങ്ങളുടെ വരവിനനുസരിച്ച് നിങ്ങൾ കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ കൽപ്പനയായിട്ടല്ല പറയുന്നത്, നിങ്ങളുടെ സ്നേഹത്തിന്റെ പരമാർത്ഥത പരിശോധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ മറ്റുള്ളവരുടെ ജാഗ്രത കൊണ്ടെന്ന് എഴുതിയേക്കുന്നത് മറ്റുള്ളവരുടെ ഉത്സാഹം. മക്കതോന്യ സഭകളുടെ ഉത്സാഹത്തെ പറ്റി അവരോട് പറഞ്ഞു. കഠിന ദാരിദ്ര്യത്തിലായിട്ടുള്ള നമ്മുടെ സന്തോഷ സമൃദ്ധിയെ കുറിച്ചൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ കൊരിന്ത്യരും പരമാർത്ഥമായി ആ സ്നേഹത്തിൽ അത് ചെയ്യണം എന്നാണ് കൊടുക്കുന്നത്. അപ്പൊ സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. പലരും ചിന്തിക്കുന്ന എന്ത്, ഒന്നും കൊടുക്കാതെയും സ്നേഹിക്കാവുന്നല്ലേ. പക്ഷെ ഒന്നും കൊടുക്കാതെ സ്നേഹിക്കാനായിട്ട് ഒക്കെയില്ല. ദൈവം സ്നേഹമാണെന്നൊക്കെ നമ്മൾ പറയുന്നത്. നിത്യസ്നേഹത്താൽ ദൈവം നമ്മെ സ്നേഹിച്ചെന്ന് യിരെമ്യാവിന്റെ പുസ്തകത്തിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലേ. പക്ഷെ ദൈവം എന്തുവാ തന്നത്? നമുക്ക് സമ്പത്ത് തന്നതാണോ നമുക്ക് വലിയ കാര്യം? സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി തന്നത് ആ ദൈവത്തിന്റെ സാക്രിഫിഷ്യൽ ലവ് അല്ലേ. യോഹന്നാന്റെ സുവിശേഷം 3:16 തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാൻ നിത്യജീവൻ പ്രാപിക്കേണ്ട ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ആ സാക്രിഫിഷ്യൽ ലവ് ആയിരുന്നു കർത്താവിന്റെ. അപ്പം നമ്മള് കൊടുത്തിട്ടാണ് നാം സ്നേഹിക്കുന്നത്. നമ്മൾ ചിലര് ഞങ്ങൾ സ്നേഹിച്ചോളാം എന്ന് പറയും, പക്ഷെ കൊടുക്കാതെ സ്നേഹിക്കും. യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, മറ്റുള്ളവരുടെ വിശപ്പ് കണ്ടിട്ട് നീ പോയിട്ട് ഒന്നും സഹായിക്കാതെ നീ പോയി തീ കായുകയും കഴിക്കുകയും ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ സഹായം നടക്കുവോ? ഇല്ല. കാരണം അവന് വിശപ്പടക്കാനുള്ള ആദ്യം കൊടുത്തിട്ട് വേണം അവനോട് പോയി തീ കായാൻ പറയുന്നത്. നമ്മുടെ വിശ്വാസം നാം പ്രവൃത്തിയിൽ കാണിക്കണം എന്നാണ് യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നത്. ഇവിടെ കർത്താവായിരുന്നു ദൈവമായിരുന്നു മാതൃക. നാം ദൈവത്തിന്റെ നമ്മളുടെ സ്നേഹത്തെ വ്യക്തമാക്കിയത് തന്റെ പുത്രനെ നമുക്ക് തന്നതിനാലാണ്. സ്നേഹത്തിന്റെ അടയാളമാണ് കൊടുക്കുക എന്ന് പറയുന്നത്. പ്രൂഫ് ഓഫ് ലവ് നമ്മൾ മുമ്പേ പഠിച്ചതായിരുന്നല്ലോ. ഇനി 1 യോഹന്നാൻ 3:16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു. വാക്കിനാലും നാവിനാലും നാവിനാലുമല്ല പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കുക എന്ന് പറയുന്നുണ്ട്. വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 3:16 പോലെ തന്നെയാണ് 1 യോഹന്നാൻ 3:16 പറയുന്നത്. 16-17 ഞാൻ വായിക്കാം. അവൻ നമുക്ക് വേണ്ടി തന്റെ പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ നാം സ്നേഹം എന്തെന്ന് അറിഞ്ഞിരിക്കുന്നു. നാമും സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതാകുന്നു.
ഈ 17, എന്നാൽ ഈ ലോകത്തിലെ വസ്തുവയുള്ളവൻ ആരെങ്കിലും തന്റെ സഹോദരന് മുട്ടുള്ളത് കണ്ടിട്ട് അവനോട് മനസ്സിലവ് കാണിക്കാഞ്ഞാൽ ദൈവത്തിന്റെ സ്നേഹം അവനിൽ എങ്ങനെ വസിക്കും? കുഞ്ഞുങ്ങളെ, നാം വാക്കിനാലും നാവിനാലുമല്ല, പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കുക. നാം സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നു എന്ന് ഇതിനാൽ അറിയും. ഏതിനറിയും? വാക്കിനാലും നാവിനാലുമല്ല, പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കുക എന്ന് പറയുന്നുണ്ട്. നമ്മള് ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായത്തിന് 1 മുതൽ 4 വരെയുള്ള ആ ഒരു ദരിദ്രയായ വിധവയുടെ ഉപമ കർത്താവ് പറഞ്ഞ് നമ്മൾ പഠിച്ചതാണല്ലോ. ദരിദ്രയായ വിധവ തന്റെ ദാരിദ്ര്യത്തിന്റെ നടുവിലും തനിക്കുള്ളത് മുഴുവൻ കൊടുത്ത ഒരു മനസ്സ്. അത് അവർ കൊടുക്കുന്നതിന്റെ മറ്റുള്ളവർ കൊടുക്കുന്നത് കൊണ്ട് ഞാനും കൊടുക്കുന്നു എന്നല്ല, പരമാർത്ഥതയോടെ പൂർണ്ണ മനസ്സോടെ നാം കൊടുക്കണം. ഓക്കെ, ഇനി നമ്മുടെ ഓക്കെ, 8-9 തീർക്കാവൂന്ന് എനിക്ക് അറിയത്തില്ല. ഇച്ചിരി സമയമുള്ളല്ലോ. ഓക്കെ, നമുക്കൊന്ന് തുടങ്ങി വെക്കാം. ഓക്കെ, നമ്മുടെ കർത്താവ്, 9-ാമത്തെ വാക്യം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പൊ മക്കതോന്യ സഭകളുടെ സാക്രിഫിഷ്യൽ ലവിനെ കുറിച്ചല്ല, സാക്രിഫിഷ്യൽ ഗിവിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ സാക്രിഫിഷ്യൽ ഗിവിങ് അല്ലെങ്കിൽ ദൈവത്തിന്റെ സാക്രിഫിഷ്യൽ ഗിവിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും എന്ന് പറയുന്നത് അല്ലെ. അപ്പം അവിടെ തങ്ങളെ തന്നെ ആദ്യം ദൈവത്തിന് സമർപ്പിച്ചിട്ടും പിന്നെ മറ്റുള്ളവരെ സഹായിക്കാൻ താല്പര്യം കാണിച്ച മക്കതോന്യ സഭയുടെ ഉദാഹരണം പറഞ്ഞതിന് ശേഷം കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ്. ഞാൻ POC ഒന്ന് വായിക്കാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങൾക്കറിയാമല്ലോ. ദൈവത്തിന്റെ കർത്താവിന്റെ കൃപയാണ്. അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി തന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നനാകുവാൻ വേണ്ടി ആണ്. ഓക്കെ, അപ്പം ആ ക്രിസ്തുവിന്റെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവ കൃപയെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ എന്താണ് ദൈവത്തിന്റെ കൃപ? സമ്പന്നനായിരുന്നിട്ടും ദരിദ്രനായി തീർന്ന ഒരു കൃപ അല്ലെ. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നത് എപ്പോഴാ? അല്ലെ, നമ്മുടെ കർത്താവ് സമ്പന്നനായിരുന്ന എപ്പോഴാ? മേരിയുടെ ഉദരത്തിലായിരുന്നപ്പോഴാണോ? ആ നസ്രയത്തിൽ ജീവിച്ചിരുന്നപ്പോഴാണോ? അല്ലെങ്കിൽ ആ ശിഷ്യന്മാരോടുകൂടെ ഗലീലയിലും ആ പ്രാന്തപ്രദേശങ്ങളിലും നടന്നിരുന്നപ്പോഴാണോ? അപ്പോഴൊക്കെ കർത്താവ് നമ്മിൽ ഒരുവനെ പോലെയായിരുന്നു, അല്ലെ ശിഷ്യന്മാരിൽ ഒരുവനെ പോലെ, ഏത് പാലസ്തീനിലെ ഒരു മനുഷ്യനെയും പോലെ ആയിരുന്നു നമുക്ക് കാണുവാനായിട്ട് കഴിയും. പക്ഷെ കർത്താവ് സമ്പന്നനായിരുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. തന്റെ പൂർവാസ്തികത്തെ കുറിച്ചാണ്, തന്റെ ആ ഒരു അനാദിയിലുള്ള ദൈവത്തെ കുറിച്ചാണ് പറയുന്നത്. ആ ഒരു എന്താ പറയുന്നത്, ആദ്യകാലത്ത് തൃത്വത്തിൽ രണ്ടാമനായിരുന്ന ഒരു കർത്താവിലെ, തൃത്വത്തിൽ രണ്ടാമനായ പുത്രനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം സകലത്തിന്റെയും ഉടയവനായ കർത്താവ്, സകലത്തിലും സമ്പന്നനായിരുന്നവൻ, സകല മാനത്തിനും മഹത്വത്തിനും യോഗ്യനായ ഒരു കർത്താവ് ആ ഒരു ഭൂമിയിൽ വരുന്നതിന് മുമ്പേ, അല്ലെ, യോഹന്നാൻ 1:1, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ ദൈവമായിരുന്ന, ആദിയിൽ ദൈവത്തോട് കൂടെ ആയിരുന്ന പുത്രനെ കുറിച്ചാണ് പറയുന്നത്. പുത്രൻ സമ്പന്നനായിരുന്നു എന്ന് പറയുന്നത്. നമുക്കൊന്ന് കുറച്ച് സകല ശക്തിക്കും മാനത്തിനും പുകഴ്ചയ്ക്കും യോഗ്യനായ കർത്താവ്. സങ്കീർത്തനം 45-ന്റെ 6, 7, 8 വാക്യങ്ങൾ. സങ്കീർത്തനം 45-ന്റെ 6, 7, 8 വാക്യങ്ങൾ കർത്താവിന്റെ സമ്പന്നതയെ കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ്. ഈ ലോകത്തിലായിരുന്നപ്പോഴല്ല ദൈവം സമ്പന്നനായിരുന്നത്, ആദിയിൽ. ഓക്കെ, അനാദിയിൽ. ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കും ഉള്ളതാകുന്നു, നിന്റെ രാജ്യത്വത്തിന്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോലാകുന്നു, നീ നീതിയെ ഇഷ്ടപ്പെട്ട ദുഷ്ടയെ ദ്വേഷിക്കുന്നു. അതുകൊണ്ട് ദൈവം, നിന്റെ ദൈവം തന്നെ നിന്റെ കൂട്ടുകാൽ പരമായി നിന്നെ ആനന്ദതൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. നിന്റെ വസ്ത്രമെല്ലാം മൂറും ചന്ദനവും ലവംഗം കൊണ്ട് സുഗന്ധമായിരിക്കുന്നു. ദന്തമന്ദിരങ്ങളിൽ നിന്ന് കമ്പിനാഥം നിന്നെ സന്തോഷിപ്പിക്കുന്നു. ആ പൂർവാസ്തിത്വത്തിലെ കർത്താവായ യേശു ക്രിസ്തുവിനെ എന്ന് നോക്കിയേ, നിന്റെ വസ്ത്രമെല്ലാം മൂറും ചന്ദനവും ലവംഗവും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ആ വലിയ മാലാഖമാർ ഘോഷിച്ച പരിശുദ്ധൻ 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 എന്ന് ഘോഷിച്ച ആ കർത്താവായ യേശു ക്രിസ്തു, യെശയ്യാവ് പറയുന്നത്, യെശയ്യാവ് 9:16 ഇങ്ങനെ പറയുന്നു, 9:6, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന. പലസ്തീനിൽ നടന്ന കർത്താവാണോ അത്? അല്ല. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം,
നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് വിളിക്കപ്പെടും. അതുപോലെ തന്നെ യെശയ്യാവിന്റെ പുസ്തകം 6-ാം അധ്യായത്തില് ഉസിയാവ് മരിച്ച ആണ്ടിൽ ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെ കുറിച്ച് കണ്ട ഒരു യെശയ്യാവുണ്ട്. യെശയ്യാവ് കണ്ടത് എന്താ? ഞാൻ വായിക്കാം. 6-ന്റെ 1, 2, 3 വാക്യങ്ങൾ. യെശയ്യാവ് 6-ന്റെ 1, 2, 3 വാക്യങ്ങൾ. ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ വിളിമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സാറാഫുകൾ അവന് ചുറ്റും നിന്ന് ഓരോരുത്തരും 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു. ഒരുത്തനോട് ഒരുത്തൻ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, 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 സർവ്വ ഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. നമ്മൾ വിചാരിക്കും പിതാവായ ദൈവത്തെ കുറിച്ചാണ് യെശയ്യാ അവിടെ പറയുന്നത്. അല്ല, യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, അവൻ ക്രിസ്തുവിനെ കണ്ടു എന്ന് പറഞ്ഞ ദൈവത്തിന്റെ മകത്ത് യേശുവിനെ കണ്ടു എന്ന്, പ്രത്യക്ഷത കണ്ടു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആരെയാണ് കണ്ടത്? പിതാവായ ദൈവത്തെ അല്ല, കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടു. സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, 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 സർവഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. പൂർവാസ്തിത്വത്തിലെ കർത്താവായ യേശുവിന്റെ പൂർവാസ്തിത്വത്തെ കുറിച്ചാണ് പറയുന്നത്. അതുപോലെ തന്നെ കൊലോസി ലേഖനം 1-15 മുതലുള്ള വാക്യങ്ങൾ എന്നാ പറയുന്നത്? കൊലോസി ലേഖനം 1-15 മുതലുള്ള വാക്യങ്ങൾ. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ്വ സൃഷ്ടിക്കും ആദിജാതനമാകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സകലത്തിനും മീതെയുള്ളവൻ, അവൻ സകലത്തിനും ആധാരവുമായിരിക്കുന്നു. സമ്പന്നനായ കർത്താവ്, അല്ലെ? അതുപോലെ തന്നെ ഒന്നുകൂടെ വായിച്ചിട്ട് ഞാൻ ഇവിടെ നിർത്താം. തിമോത്തിയോസിന്റെ ലേഖനം 1 തിമോത്തിയോസ് 6-15 എങ്ങനെയാ പറയുന്നത്? ധന്യനായ ഏകാധിപതി, രാജാതി രാജാവ്, കർത്താതി കർത്താവ്, താൻ മാത്രം അമർത്തിയുള്ളവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവനും കാണുവാൻ കഴിയാത്തവനുമായ ഒരു കർത്താവിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ടല്ലേ. സകലത്തിന്റെയും ഉടയവനായ ദൈവം എന്ന് പറയുന്നുണ്ട് അവിടെ. ധന്യനായ ഏകാധിപതിയായ കർത്താവ്. അപ്പം ആ കർത്താവിന്റെ സമ്പന്നത എവിടെയായിരുന്നു? ആദിയിലായിരുന്നു, ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പേ. അതുപോലെ തന്നെ ഈ ഭൂമിയിൽ ജീവിച്ച 30-33 വർഷം കഴിഞ്ഞും കർത്താവിന്റെ സമ്പന്നതയാണ് ഇവിടെ കാണുന്നത്. അപ്പം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും നമുക്ക് വേണ്ടി ദരിദ്രനായി തീർന്ന ദൈവകൃപ. ഒരു വാക്ക് മാത്രം എനിക്കിത് പറയാൻ പറ്റിയുള്ളൂ. സമ്പന്നനായിരുന്നിട്ടും. ദൈവത്തിന്റെ സമ്പന്നതയെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഇനി അടുത്ത ക്ലാസ്സിലെ ദരിദ്രതയെ കുറിച്ച് നമുക്ക് വേണ്ടി ദരിദ്രനായി തീർന്ന കർത്താവിന്റെ ആ കൃപയെ കുറിച്ച് നമുക്ക് പഠിക്കാം. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചതെല്ലാം മക്കതോന്യ സഭകളെ കുറിച്ച് പഠിച്ചു. അവർ പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതെയും കൊടുത്തു. എന്തുകൊണ്ടാണ് അവർ ചെയ്തത്? അവർ ആദ്യം തങ്ങളെ തന്നെ ദൈവത്തിനും പിന്നെ ഞങ്ങൾക്കും തന്നു എന്ന് പറയുന്നുണ്ട്. തങ്ങളെ തന്നെ കൊടുത്തത് കൊണ്ടാണ് അവർ വിശുദ്ധന്മാരുടെ ധർമ്മകാര്യങ്ങളിൽ സഹായിക്കാനായിട്ട് ഇടയായി തീർന്നത്. അത് പൗലോസ് കൊരിന്ത്യരോട് പറയുമ്പോൾ അവരും അതുപോലെ സ്നേഹം കാണിക്കണമെന്ന് പറയും. നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു. എങ്ങനെയാണ് കൊടുക്കേണ്ടത്? അത് വോളണ്ടറിലി ആയിരിക്കണം, അത് സാക്രിഫിഷ്യൽ ആയിരിക്കണം, ഉള്ളതിൽ നിന്ന് കൊടുക്കുക. ഇല്ല, ദരിദ്രരായ വിധവയുടെ കാര്യം കർത്താവും പറഞ്ഞിരുന്നു. അവ ഉള്ളത് മുഴുവൻ കൊടുത്തു എന്നാ പറയുന്നത്. പഴയ നിയമത്തിൽ ദശാംശമായിരുന്നെങ്കിൽ പുതിയ നിയമത്തിൽ നമുക്കുള്ളതിനെ ദൈവത്തിന് കൊടുക്കണം. ആദ്യം നമ്മളെ തന്നെ ദൈവത്തിന് കൊടുക്കുക. നമ്മളെ തന്നെ സമർപ്പിച്ചവർക്ക് ദൈവരാജ്യത്തിന് കൊടുക്കുവാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകേ ഇല്ല. അപ്പം നമ്മൾ കൊരിന്ത്യ സഭയോട് ദൈവം ഇങ്ങനെ പറഞ്ഞു എങ്കിൽ, നമ്മളോട് അന്ന് കൊരിന്ത്യ സഭയോട് പറഞ്ഞു എങ്കിൽ, ദൈവം നമ്മളോട് പറയുകയാണ്, നാമും മറ്റുള്ള ഏത് കാര്യങ്ങളിലും ആത്മീയമായ കാര്യങ്ങൾ ഉത്സാഹം കാണിക്കുന്നത് പോലെ തന്നെ ഇക്കാര്യങ്ങളിലും സാമ്പത്തികമായ സഹായം നൽകുന്ന കാര്യത്തിലും ഉത്സാഹം കാണിക്കണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വചനങ്ങളിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ വചനങ്ങളാ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.